നമസ്കാരം. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശ് ബിജെപിയിലുണ്ടായ പോരിന് ഇടവേളയിടാൻ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. യോഗി ആദിത്യനാഥിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു നീക്കത്തിന് ബിജെപി ഇപ്പോൾ തയ്യാറല്ല. എന്നാൽ 10 നിയമസഭാ സീറ്റുകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയായാൽ യോഗി ദുർബലനാകും. പാർട്ടിയാണ് സർക്കാരിനേക്കാൾ വലുത് എന്ന പ്രഖ്യാപനവുമായി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ കലാപക്കൊടി ഉയർത്തി നിൽക്കുകയാണ്. RSS മേധാവി മോഹൻ ഭഗവത് മോദിക്കെതിരെ പരോക്ഷ പരിഹാസവുമായി വീണ്ടും രംഗത്തു വന്നു. ചിലർ കൂടുതൽ നേടാൻ ഭഗവാനാകണമെന്ന് വിചാരിക്കുകയാണെന്ന് ഭാഗവത് പറഞ്ഞു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. യോഗിയെ മാറ്റുമോ? യോഗി ആദിത്യനാഥിനെതിരെ പടയൊരുക്കുമോ? വിമതർക്ക് കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയുണ്ടോ? RSS മോദിയെ ആക്രമിക്കുന്നത് എന്തിനാണ്? ചർച്ചയിൽ ശ്രീ സന്ദീപ് വാര്യർ BJP, ശ്രീ എ റഹീം CPM, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ് എന്നിവർ. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ സന്ദീപ് വാര്യർ. ഇലക്ഷന്റെ സമയത്ത് തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതാണ് യോഗി ആദിത്യനാഥിനെ UP മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന്. അതിന് അന്ന് തന്നെ മറുപടിയും നൽകി BJP. അമിത്ഷാ തന്നെ മറുപടിയും പറഞ്ഞു. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു. യോഗി ആദിത്യനാഥ് സമീപഭാവിയിൽ തന്നെ UP മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മാറാനുള്ള സാധ്യത ഉണ്ടോ? അല്ല, അത്തരം സാധ്യതകളൊക്കെ പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാം. കാരണം യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. 2 തവണ തുടർച്ചയായി BJPയെ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിച്ചിട്ടുള്ള, രാജ്യത്തെമ്പാടും വലിയ തോതിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അതിലുപരിയായിട്ട് നിരവധി കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ അവരുടെ വിശ്വാസപരമായിട്ടുള്ള ഒരു പ്രതീകം കൂടിയാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റുക എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചയുമില്ല. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ അസംബന്ധമാണ്. വിവിധ മാധ്യമങ്ങൾ അത്തരത്തിൽ ഉത്തർപ്രദേശിലെ BJPയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അവലോകന യോഗങ്ങളെക്കുറിച്ച് ചില ഊഹാപോഹങ്ങൾ പുറത്തുവിടുന്നതിനപ്പുറം അത്തരത്തിൽ ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല. യോഗി ആദിത്യനാഥ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. അല്ല, അവിടെ ഒരു പ്രശ്നം സന്ദീപ്, 72 മുതൽ 75 സീറ്റുകൾ വരെ BJP പ്രതീക്ഷിച്ചിരുന്നു UPയിൽ. പക്ഷേ 33 സീറ്റേ കിട്ടിയുള്ളൂ. NDAക്ക് ആകെ 36 സീറ്റേ കിട്ടിയുള്ളൂ. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ പരാജയപ്പെട്ടു. വാരണാസിയിൽ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു. അങ്ങനെ BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി ഉത്തർപ്രദേശിലാണ്. 75 പ്രതീക്ഷിച്ചിടത്ത് 33 എന്ന ഒരു നില വന്നതിൽ സ്വാഭാവികമായും യോഗി ആദിത്യനാഥും ആൻസറബിൾ ആകില്ലേ? അല്ല അഭിലാഷ്, ആ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്, ചില വസ്തുതകളുണ്ട്. എന്താ വെച്ചാൽ BJP ഒരു സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. വിജയിച്ചാലും ശരി, പരാജയപ്പെട്ടാലും ശരി, അതിന്റെ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചിട്ടുള്ള പരിശോധനകളും അതിന്റെ എന്തുകൊണ്ട് വിജയിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് സംബന്ധിച്ച് വളരെ ആത്മാർത്ഥമായിട്ടുള്ള പരിശോധനകൾ നടക്കും. വേണ്ട മാറ്റങ്ങൾ സംഘടനാ രൂപത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്തും. കൂടുതൽ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്യും. ചെയ്തതിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ അത് തിരുത്തും. അങ്ങനെ വളരെ സജീവമായിട്ടുള്ള ഒരു സംഘടനാ രൂപമുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഉത്തർപ്രദേശിൽ പ്രതീക്ഷിച്ചത്ര വിജയം നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പൊ അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ മാത്രമല്ല, വിജയിച്ചിട്ടുള്ള ഒഡീഷയിൽ നടക്കുന്നുണ്ട്. വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള കേരളത്തിൽ ഈ അടുത്ത ദിവസങ്ങൾ നടന്നു. അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ നേരിട്ട് വന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ജയിച്ച സംസ്ഥാനങ്ങളിലും വേണ്ടത്ര വിജയിക്കാൻ കഴിയാതെ പോയ സംസ്ഥാനങ്ങളിലും ഒക്കെ അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് പ്രവർത്തകരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുന്നുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ എല്ലാം കേട്ട ശേഷം വളരെ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ സംഘടനയ്ക്കകത്ത് BJP സ്വീകരിക്കും. അത് എല്ലാ കാലത്തുമുള്ള BJPയുടെ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നടക്കണം. 4 തവണ തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയിട്ടുള്ള ഒരു സംഘടനാ രൂപമാണ് ഉത്തർപ്രദേശിലേത്. ആ 4 തവണത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഇത്തവണത്തെ ചെറിയൊരു സെറ്റ് ബാക്ക് കൊണ്ട് നമുക്ക് എഴുതിത്തള്ളാൻ സാധിക്കുമോ? കഴുകിക്കളയാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം 4 തവണ തുടർച്ചയായിട്ട് ഒരു ഉത്തർപ്രദേശ് പോലെ വലിയൊരു സംസ്ഥാനത്ത് അത്ഭുതകരമായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വിജയം നേടുക എന്നുള്ള വലിയ നേട്ടം കൈവരിച്ചിട്ടുള്ള ഒരു സംഘടന മെഷീനറി ഉള്ള ഒരു സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിലെ സെറ്റ് ബാക്ക് വെച്ച് അവരെ അളക്കാനാവില്ല, അവരെ വില കുറച്ച് കാണാനാവില്ല. പക്ഷേ അതിന്റെ മറുവശം എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ള സെറ്റ് ബാക്ക് എന്തുകൊണ്ട് സംഭവിച്ചു, സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിലുള്ള പരിശോധന നടക്കും. അവിടെ ഇരുമ്പ് മറയില്ല, അവിടെ ഏതെങ്കിലും തരത്തിൽ ഒളിച്ചുവെക്കലുകളില്ല. വളരെ സുതാര്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തകരുമായിട്ട് സംവദിക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വവുമായി ദേശീയ നേതൃത്വവും ദേശീയ സംഘടനാ സെക്രട്ടറിയും ദേശീയ അധ്യക്ഷൻ അടക്കമുള്ളവർ പങ്കെടുത്തിട്ടുള്ള നിരവധി മീറ്റിംഗുകൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. ഞങ്ങളുടെ ഏറ്റവും മുന്നിൽ സമൂർത്തമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ 10 അസംബ്ലി സീറ്റുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പും അതിനുശേഷം 2027
ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സംഘടനയ്ക്കകത്തും ഗവൺമെന്റിനകത്തും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അത്തരം കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ ജനാധിപത്യപരമായ രീതിയിലുള്ള എല്ലാ പരിശോധനകളും നടക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിനർത്ഥം യോഗി ആദിത്യനാഥിനെ മാറ്റുന്നു എന്നുള്ളതല്ല. അവിടെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത്തരം പരിഷ്കരണങ്ങളൊക്കെ നടത്തും. ശരി, ശ്രീ കെ പി നൗഷാദ് അലി, യോഗി മാറില്ല, പക്ഷേ യോഗിയുടെ ടീമിൽ മാറ്റം വന്നേക്കാം എന്ന സൂചനയാണ് BJP നൽകുന്നത്. അതായത് സാമുദായിക പ്രാതിനിധ്യവും അടക്കം കുറച്ചുകൂടി പരിഗണിച്ചുകൊണ്ട് മന്ത്രിമാരിലൊക്കെ മാറ്റം സംഭവിക്കാം, സംഘടനാ തലത്തിൽ മാറ്റം സംഭവിക്കാം, പാർട്ടി അധ്യക്ഷൻ മാറാം, പക്ഷേ യോഗി ആദിത്യനാഥ് എന്ന ഫേസ് മാറില്ല എന്നാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. ദേശീയ തലത്തിൽ നിന്നും അങ്ങനെയാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചന. നാളെ അങ്ങനെ തന്നെ ആകുമോ എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. എങ്കിലും ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പ്രതിപക്ഷം കടന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത് BJPയിൽ ഒരു വലിയ ഉരുൾപൊട്ടലിന് കാരണമാകും എന്ന ആഗ്രഹം സഫലമാകുമോ? അഭിലാഷ്, ഇവിടെ നമ്മൾ ഈ ഉത്തർപ്രദേശിലെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലത്തിലാണ് നോക്കിക്കാണേണ്ടത്. കാരണം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും CPM-ൻ്റെയൊക്കെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അതൊരു UDF ആയിട്ട് വരുന്നൊരു സാഹചര്യം സമീപകാലത്ത് ഉടനീളമുണ്ട്. എന്നാൽ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJPക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഒരുപാട് തെരഞ്ഞെടുപ്പുകളായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പും ത്രിതല തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ BJP പിറകിൽ പോയാലും ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJPയുടെ വലിയ മുന്നേറ്റം നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇത്തവണ UPയിൽ അതിന് വിപരീതമായത് സംഭവിച്ചു. തീർച്ചയായിട്ടും അവിടെ BJPക്ക് അതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള ആഘാതം വളരെ വലുതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രണ്ടാമതായിട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു 2014 ശേഷം അവരുടെ ഒരു രാഷ്ട്രീയം പുരോഗമിക്കുന്നത് അവര് ഒരു ന്യൂനപക്ഷങ്ങളെ സമ്പൂർണ്ണമായി അപരവൽക്കരിച്ച് ഒരു ഭൂരിപക്ഷ അംബ്രല്ല തീർത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഉത്തരേന്ത്യയിലുടനീളം അവർ പയറ്റുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ 10 വർഷത്തിനിടയിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ലഭിക്കുമ്പോൾ ആ ധ്രുവീകരണത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കൾ അവർ താരതമ്യേന അപ്രസക്തരോ അപ്രധാനികളോ ജൂനിയർമാരോ ആണെങ്കിൽ പോലും അവർ അപ്രമാദിത്യം കൈവരിക്കുന്ന, അവർ സമൂലമായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നൊരു രീതി നമുക്ക് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ പല സംസ്ഥാനങ്ങളിലും കാണാൻ കഴിയും. ദേശീയ തലത്തിൽ BJPയിൽ അത് കാണാൻ കഴിയും. ഒരുപക്ഷെ 2014 മുമ്പ് ഗുജറാത്ത് രാഷ്ട്രീയത്തിലെ 2ാം നിരയിലോ 3ാം നിരയിലോ ഉണ്ടായിരുന്ന അമിത്ഷാ 2014 വിജയത്തിനു ശേഷം കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ BJPയുടെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മുൻനിരയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. BJP അതുവരെ നയിച്ച് നമ്മൾക്കൊക്കെ പരിചയമുണ്ടായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയൊക്കെ മാർഗദർശക് മണ്ഡലിലേക്ക് മാറ്റപ്പെടുന്നത് കണ്ടു. അങ്ങനെ പുതുതായിട്ട് കടന്നു വരുന്ന ഇത്തരം സർവ കാര്യക്കാർ അവർ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ ബലത്തിൽ ഒരു ഏകാധിപത്യ രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു പോകുമ്പോൾ പല ജനാധിപത്യ സ്വപ്നങ്ങളും ആ പാർട്ടിക്കകത്ത് കരിഞ്ഞുണങ്ങി പോകുന്നു. വിജയത്തിൻ്റെ പുറത്ത് എല്ലാം മാനേജ് ചെയ്ത് ഈ ഏകാധിപതികൾ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ 10 വർഷ കാലയളവിന് ശേഷം വിജയകാലം ഒന്ന് താഴേക്ക് വരുന്ന അതിൻ്റെ ഒരു ഡിസെൻഡിങ് ഓർഡറിലേക്ക് BJP പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പലയിടത്തു നിന്നും വിഭിന്ന സ്വരങ്ങൾ, വിമത സ്വരങ്ങൾ, അട്ടിമറി പ്രവർത്തനങ്ങൾ, വിഭാഗീയതകളൊക്കെ തലവെക്കും. അത് BJPയുടെ ദേശീയ നേതൃത്വത്തിനകത്ത് തലവെക്കും. വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുണ്ടായിട്ടുള്ള ഛത്രാധിപതികളുടെ കീഴിലുള്ള ആളുകൾ തലവെക്കും. അതാണ് ഇന്ന് UPയിൽ നടക്കുന്നത്. UPയിൽ ഇന്ന് എന്താണോ നടക്കുന്നത് അത് അടുത്ത ആഴ്ചകളിലും മാസങ്ങളിലും അല്ലെങ്കിൽ സമീപ ഭാവിയിൽ BJPയുടെ കേന്ദ്ര ദേശീയ നേതൃത്വത്തിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നടക്കും. മോഡിക്കും അമിത്ഷാക്കും എതിരായ അവരുടെ സർവാധിപത്യത്തിനെതിരായ വലിയ മുന്നേറ്റം BJPക്കുള്ളിൽ നിന്ന് വരുന്ന ആളുകളിൽ ദേശീയ തലത്തിൽ കാണാനിരിക്കുന്നു. അതിൻ്റെ ടെസ്റ്റ് ഡോസാണ്, അതിൻ്റെ സാമ്പിളാണ് UPയിൽ നടക്കുന്നത്. UPയിലെ ഈ വിഭാഗീയ പ്രവർത്തനത്തിലും ദേശീയ BJPയുടെ ഇന്നത്തെ നേതൃത്വത്തിന് കൃത്യമായ റോളുണ്ട്, പങ്കുണ്ട്. അവർ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന മട്ടിൽ തങ്ങൾക്ക് കൈമോശം വന്ന അധികാരം അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വരുത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ അവരെ വീണ്ടും വലിയ തോതിലുള്ള അധോഗർത്തങ്ങളിലേക്ക് കൊണ്ടുപോകും. അത്തരത്തിലുള്ള വളരെ രസകരമായ രാഷ്ട്രീയ കാഴ്ചകൾ നമുക്ക് അടുത്ത കാലത്ത് സമീപ ഭാവിയിൽ BJPക്കകത്ത് കാണാൻ കഴിയും. ഏതായാലും രാഷ്ട്രീയം അത് തീർച്ചയായിട്ടും ഇവിടെ
ശരി, ഓക്കെ. ശ്രീ എ റഹീം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹി കേന്ദ്രീകരിച്ചും ചർച്ചകളായിരുന്നു. ഭൂപേന്ദ്ര ചൗധരി പാർട്ടിയുടെ അധ്യക്ഷൻ, അഖിലേന്ത്യാ അധ്യക്ഷൻ JP നദ്ദയെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കാണുന്നു. അതുപോലെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പാർട്ടി അധ്യക്ഷനെ കാണുന്നു. പ്രധാനമന്ത്രിയും അമിത്ഷായും തമ്മിൽ കൂടിയാലോചനകൾ നടക്കുന്നു. അപ്പോൾ ഉത്തർപ്രദേശിൽ എന്തോ സംഭവിക്കുന്നു എന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായത്. പക്ഷേ BJP കേന്ദ്രങ്ങൾ ആവർത്തിച്ച് യോഗി ആദിത്യനാഥിന് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഒരുപക്ഷെ മന്ത്രിസഭാംഗങ്ങൾ മാറിയേക്കാം, പാർട്ടിയുടെ സംഘടനാ തലത്തിൽ മാറ്റം വന്നേക്കാം, പക്ഷേ യോഗിക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ BJPയുടെ ഒരു സക്സഷൻ പ്ലാനിലും നരേന്ദ്രമോദിയുടെ കാലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചാൽ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി പാർട്ടി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പാർട്ടി അണികൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് യോഗി ആദിത്യനാഥിനെയാണ്. അപ്പോൾ യോഗി ആദിത്യനാഥിനെ ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പരിഹാരം ഉത്തർപ്രദേശിൽ പ്രതീക്ഷിക്കണോ? അത് എന്ത് തന്നെയായാലും കാത്തിരുന്ന് കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് സ്പെക്കുലേഷൻസ് എല്ലാം മാറ്റിവെക്കാം. ഞങ്ങളിതിനെ കാണുന്നത് മോദിയാണോ യോഗിയാണോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. RSS മുന്നോട്ട് വയ്ക്കുന്ന ആശയവുമാണ് ഇന്ത്യക്ക് അപകടം. ആ ആശയത്തെ തോൽപ്പിക്കാനുള്ള സമരമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത്. അത് യഥാർത്ഥത്തിൽ വലിയ തോതിൽ അത് ശക്തിപ്പെട്ടു വരുന്നു. എന്താണത് ശക്തിപ്പെടുത്തുക? ഏത് വഴിയിലൂടെയാണ് RSS മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ നമ്മൾ പരാജയപ്പെടുത്തേണ്ടത്? RSS വയ്ക്കുന്ന ആശയം ഒരുപാട് കാടുകയറിയൊന്നും വേണ്ട, ഒരുപാട് വിവരിക്കുകയും വേണ്ട. അത് പ്ലൂറലിസത്തെ ആകെ ഇല്ലാതാക്കി ഏകശിലാത്മകമായ ഒരു രാഷ്ട്രം, അങ്ങനെയും പറയണമെന്നില്ല, ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്നെല്ലാം പറയുന്നൊരു ഏർപ്പാടാണ് BJP മനസ്സിൽ കാണുന്നത്. വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഏറ്റവും അധികം സംസാരിച്ചത് ഏറ്റവും അധികം വർഗീയ വിഷം ചിറ്റിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. എന്താണ് പക്ഷേ സംഭവിച്ചത്? ഉത്തർപ്രദേശിൽ തന്നെ BJPക്ക് കാലിടറി. അതാണല്ലോ ഇതിൻ്റെ എല്ലാം പ്രശ്നം. നമ്മളതിനെ രാഷ്ട്രീയമായി കാണണം. തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അന്ധഛിദ്രവും അതിനുശേഷം നടക്കുന്ന വഴക്കുകളും മാത്രമായി ഇതിനെ കാണേണ്ടതില്ല. രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നു. ഒന്നാമത്തെ പ്രശ്നം, RSSനെ പോലും വിഴുങ്ങാൻ പ്രാപ്തനായി നരേന്ദ്രമോദി ഒരു വലിയ ഏകാധിപതിയായി മാറിയിരിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ സന്ദീപ് വാര്യർ ബാക്കി എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇപ്പോൾ മാതൃഭൂമിയിൽ ബ്രേക്കിംഗ് ന്യൂസായി പോയിക്കൊണ്ടിരിക്കുന്ന ശ്രീ മോഹൻ ഭഗവത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾക്കാൻ എനിക്ക് കൗതുകമുണ്ട്. എന്താണ് മോഹൻ ഭഗവത്തിൻ്റെ ഭാഗത്താണോ അതോ മോദിയുടെ ഭാഗത്താണോ ശ്രീ സന്ദീപ് വാര്യർ എന്ന് കേൾക്കാൻ എനിക്ക് കൗതുകമുണ്ട്. കാരണം വളരെ കൃത്യമായി ആരെയാണ് ഉന്നയിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. താൻ ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാർലമെൻറ്റിൽ ചർച്ചകളിൽ പങ്കെടുത്ത എല്ലാവരും മോദിയെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം, ഞങ്ങൾ സംസാരിക്കുന്ന ഓരോരുത്തരും സ്വയം പറയാൻ ശ്രമിച്ചത് ഞാനൊരു ഓർഗാനിക് MP ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഞങ്ങളെല്ലാം ജൈവികമായൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാണ് സംസാരിക്കാൻ തുടങ്ങിയത്, സർക്കാസ്റ്റിക്കായി. ഞാൻ പറഞ്ഞത് അപ്പോൾ മോദി ആരുടെ ഭാഗത്താണ് എന്ന് പറയണം. അപ്പോൾ ഏകാധിപത്യത്തെ എതിർക്കുന്നു. രണ്ട്, BJPയുടെ തന്നെ സംസ്ഥാന ഘടകം തയ്യാറാക്കിയ റിവ്യൂ റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നു. എന്തൊക്കെയാണ് ജനങ്ങൾ എതിരായി പ്രവർത്തിക്കാൻ കാരണമായത്? അതിലൊന്ന് പറയുന്നത് അഗ്നിവീറാണ്. അഗ്നിവീർ വലിയ തോതിൽ എതിർപ്പായി മാറി. മറ്റൊന്ന് കർഷക സമരങ്ങളാണ്. മറ്റൊരു വലിയ പ്രശ്നമായി പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ നോക്കൂ, ഇതിനകം തന്നെ വരുന്ന വലിയൊരു പ്രധാനപ്പെട്ട വാർത്ത, ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, അവിടെ നടന്ന ട്രെയിൻ അപകടമാണ്. ഇന്ന് അപകടം നടന്നിരിക്കുന്നു, ഒരുപാട് പേർ മരിച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകുന്നു? റെയിൽവേയിൽ മാത്രം 10,000-കണക്കിന് ഒഴിവുകൾ നികത്താതെ കിടക്കുന്നു. രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാണ്, കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. ആ കർഷകർ പിന്നീട് ഈ കഴിഞ്ഞ ദിവസം സംയുക്ത കിസാൻ മോർച്ചയുടെ യോഗം ഡൽഹിയിൽ ചേർന്ന വിപുലമായ പ്രക്ഷോഭങ്ങൾക്ക് അവർ വീണ്ടും രൂപം നൽകിയിരിക്കുന്നു. അഗ്നിവീർ BJP ഇപ്പോഴും അതിൽ പിടിച്ചു നിൽക്കുമ്പോൾ അവരുടെ സഖ്യകക്ഷിയായ JDUവിന് പോലും അതിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ ജനവിരുദ്ധ നയങ്ങളിൽ ജനങ്ങൾ വല്ലാതെ BJPയെ തൃണവൽക്കരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, തള്ളിക്കളയാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിലുണ്ടായത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ BJPയുടെ ജനത്തിന് തന്നെ മോദിയുടെ ഏകാധിപത്യ സർവാധിപത്യ വാഴ്ചയ്ക്കെതിരായ ജനവികാരം, ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ ജനവികാരം, BJPക്കകത്ത് പോലും RSS നേതൃത്വത്തിൽ പോലും ഇത് ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് മോഹൻ ഭഗവത് ചോദിക്കുകയാണ്. മോഹൻ ഭഗവത്തിന് അങ്ങനെ തോന്നിയാൽ ഇന്ത്യക്ക് പിന്നെ എങ്ങനെയായിരിക്കും തോന്നുക? ശരി, ഓക്കെ. അപ്പോൾ ഇവരെ അധികാരമേൽപ്പിച്ചാൽ ഇതുണ്ടാകുന്നത് സർവനാശത്തിലേക്കും സർവാധിപത്യത്തിലേക്കും പോകും എന്ന ജനതയുടെ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ വലിയ തിരിച്ചടിക്ക് BJPക്ക് കളമൊരുക്കിയത്. അപ്പോൾ അത് ഇവരെ ഇരുട്ടിൽ തപ്പിയിട്ട് കാര്യമല്ല.
ഇവർ ആരെ മാറ്റി ആരെ ആക്കുമെന്ന ചോദ്യത്തിനപ്പുറത്ത് ഈ നയം മാറ്റാൻ തയ്യാറാണോ? നിങ്ങളുടെ ഈ സർവാധിപത്യ പ്രവണത അവസാനിപ്പിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ഈ വിദ്വേഷ രാഷ്ട്രീയം അവസാനിപ്പിച്ച് കർഷകരെയും രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തെ തൊഴിലില്ലായ്മയെയും പരിഹരിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ എല്ലാ ധാരണകളും മാറ്റിയിട്ട് നിങ്ങൾ ഈ അഗ്നിവീർ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? ശരി, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യങ്ങൾ. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ നിങ്ങൾ എവിടെ മാറ്റിപ്രതിഷ്ഠ നടത്തിയിട്ടും യാതൊരു കാര്യവുമില്ല. ഇതാണ് അഭിപ്രായം. ശരി, ഓക്കെ. സന്ദീപ് വാര്യർ, വിജയിച്ചു നിൽക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും, പക്ഷേ ഒന്ന് ദുർബലനാണ് എന്ന് തോന്നിയാൽ പലതരത്തിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വരും. അതാണോ ഇപ്പോൾ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും നേരിടുന്നത്? RSS മേധാവി തന്നെ ചില ആളുകൾ സൂപ്പർമാനാണെന്ന് വിചാരിക്കുന്നു, അവർ പിന്നെ ദേവതയാണെന്ന് വിചാരിക്കും, അവർ പിന്നെ ഭഗവാനാണെന്ന് വിചാരിക്കും, പിന്നെ വിശ്വരൂപമാണെന്ന് വിചാരിക്കും എന്ന് പറയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരാൾ ദൈവമാണ് എന്ന് വിചാരിക്കുമെന്ന് ഒരാൾ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും ഓർമ്മ വരിക, എല്ലാവർക്കും ഓർക്കുക പ്രധാനമന്ത്രിയാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അകത്തു നിന്ന് തന്നെ പരിഹാസങ്ങൾ വരുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു ദുർബലാവസ്ഥയിൽ നിന്നുണ്ടാവുന്നതാണോ? അല്ല, ഈ ചില മാധ്യമങ്ങൾ പണ്ട് പറഞ്ഞു കേട്ടൊരു കഥയാണ്. ഒരു വിദേശ രാജ്യത്തിന്റെ പ്രതിനിധി ഇന്ത്യയിൽ വന്ന സമയത്ത് അദ്ദേഹത്തോട് ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചു, ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, താങ്കൾ റെഡ് സ്ട്രീറ്റിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വിദേശ പ്രതിനിധി ചോദിച്ചു, എവിടെയാണ് റെഡ് സ്ട്രീറ്റ്, എന്താണ് റെഡ് സ്ട്രീറ്റ് എന്ന് ചോദിച്ചു. അതിന് അറിയുമായിരുന്നില്ല. പിറ്റേ ദിവസം മാധ്യമങ്ങൾ വാർത്തയടിച്ചത് ഈ വിദേശ പ്രതിനിധി വന്നിറങ്ങിയോട്ടനെ ചോദിച്ചത് റെഡ് സ്ട്രീറ്റ് എവിടെയാണ് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾ വാർത്തകളെ വളച്ചൊടിക്കുന്നത്, അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ വളച്ചൊടിക്കുന്നത്. ഇവിടെ സർസംഘചാലകന്റെ ഒരു 1.5 മണിക്കൂറോളം നീണ്ടു നിന്നിട്ടുള്ള ഒരു ബൗദ്ധിക ഒരു പ്രഭാഷണം, അത് വികാസ് ഭാരതി എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനയുടെ ഗ്രാമീണ തലത്തിൽ നിന്നുള്ള ആളുകളെ യോജിപ്പിച്ചുകൊണ്ടുള്ള അവരോടുള്ള ഒരു സംഭാഷണമാണ്. ആ സംഭാഷണത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് അത് മോദിക്കെതിരാണെന്ന് വ്യാഖ്യാനിക്കുകയാണ്. അവിടെ വാസ്തവത്തിൽ അദ്ദേഹം സംസാരിച്ചത് വികസനത്തെക്കുറിച്ചും ആ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ സാധാരണ ഉദ്ധരിക്കുന്ന ഒരു ചൊല്ലുമാണ് അദ്ദേഹം പറഞ്ഞത്. വികസനത്തിനൊരു അവസാനമില്ല, ആ വികസനത്തിന് എവിടെയാണോ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്നത്, അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല. ഒരു വശം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടുത്ത തലത്തിലേക്ക് എത്തണം, പിന്നെ അതിന്റെ അടുത്ത തലത്തിലേക്ക് എത്തിക്കണം. അതിനെ സൂചിപ്പിക്കുന്ന ഹിന്ദിയിലുള്ള ഒരു ചൊല്ലാണ് അദ്ദേഹം അതിൽ പറഞ്ഞത്. അത് മോദിക്കെതിരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാം, പക്ഷേ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമല്ല എന്നുള്ളത് സാമാന്യന്റെ ഹിന്ദി മനസ്സിലാകുന്ന എല്ലാവർക്കും ആ പ്രഭാഷണം പൂർണ്ണമായി കേട്ടാൽ ബോധ്യപ്പെടുന്നതാണ്. അത് അവിടെ നിന്ന് കേട്ടെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയും CPM-ന്റെ പ്രതിനിധിയും ഒക്കെ ബി ജെ പി എന്തോ തെരഞ്ഞെടുപ്പിൽ തോറ്റു നിൽക്കുന്നത് പോലെയാ പറയുന്നത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 240 സീറ്റുമായി രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ഒറ്റകക്ഷിയായി മാറിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം. അത് എങ്ങനെ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും മൂന്നാമത് ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടണമായിരുന്നു. ഇവിടെ മൂന്നാമതും ഒരു പ്രീ പോൾ അലയൻസിന്റെ ഭാഗമായി നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടായി. 300-ലധികം സീറ്റുകൾ NDA സർക്കാരിന് കിട്ടി. മോദിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ജനങ്ങൾ വോട്ട് നൽകി. അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. അപ്പൊ BJP പരാജയപ്പെട്ടു എന്ന ധ്വനിയിൽ നിങ്ങൾ ചർച്ച നടത്തുന്നത് വാസ്തവത്തിൽ നിങ്ങൾ തുടർച്ചയായി 3 തവണയും 100-ൽ താഴെ മാത്രം സീറ്റുകളുമായി പരാജയപ്പെട്ടതിന്റെ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി കാണിക്കുന്ന അഭ്യാസം മാത്രമാണ്. നിങ്ങൾ വാസ്തവത്തിൽ ഞങ്ങളൊക്കെ നടത്തുന്നത് പോലെ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് എന്താണ്? നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ സ്വഭാവമാണ്, അല്ലെങ്കിൽ ഈ 2014 തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ടുള്ള മോദിയും അമിത്ഷായും മറ്റ് നേതാക്കന്മാരെയൊക്കെ പുറകിലോട്ട് മാറ്റി അപ്രസക്തരാക്കി മാറ്റി എന്നൊക്കെ പറയും. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഈ ജനാധിപത്യ പാർട്ടിയിൽ പുതുതായിട്ട് നേതാക്കന്മാർ വരും. സ്വാഭാവികമായിട്ട് പ്രായമുള്ളവർ, ആരോഗ്യ പ്രശ്നങ്ങളവർ മാറിക്കൊടുക്കും. അതല്ലാതെ കോൺഗ്രസിലേതുപോലെ എല്ലാ കാലത്തും ഒരു കുടുംബത്തിലേക്ക് റിസർവ് ചെയ്തിട്ടുള്ള ഒരു പ്രസിഡന്റ് പദമല്ല BJP-യിലുള്ളത്. ഒരു കുടുംബത്തിന്റെ സുഖദുഃഖങ്ങൾ അല്ലെങ്കിൽ അവരുടെ മൂഡ് അനുസരിച്ച് നയം മാറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല BJP എന്ന് പറയുന്നത്. ഞങ്ങളുടേതൊരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്ക്. കഴിഞ്ഞ ഒരു 78-ന് ശേഷം ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റായി വന്നതിന് ശേഷം ഇങ്ങോട്ടുള്ള പ്രസിഡന്റുമാരുടെ എണ്ണം നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ഈ നെഹ്റു കുടുംബത്തിന്റെ പുറത്തുനിന്ന് ആകെ വന്നിരിക്കുന്ന 2-3 പേരല്ലേ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്ന മല്ലികാർജ്ജുൻ ഖാർഗെ മാത്രമല്ലേ കഴിഞ്ഞ ഒരു 20 വർഷക്കാലത്തിനുള്ള കോൺഗ്രസിൽ എത്ര പ്രസിഡന്റുമാർ നെഹ്റു കുടുംബത്തിന്റെ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്? സോണിയാഗാന്ധി എത്ര വർഷമാണ് ജനാധിപത്യ വിരുദ്ധമായി അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നത്? BJP അങ്ങനെയല്ല. BJP-യിൽ പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അതിന് പ്രക്രിയയുണ്ട്, ഒരു മെക്കാനിസം ഉണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പേര് നിർത്തിക്കഴിഞ്ഞാൽ അനാഥമാകുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല.
അതാണ് മാറ്റം എന്ന് പറയുന്നത്. മറുവശത്ത് CPM ഇതിനെക്കുറിച്ചൊക്കെയാണോ പറയുന്നത്? നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഈ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? നിങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ടുള്ള അവലോകനം നടത്തുന്നുണ്ടോ? വേണ്ട. ബംഗാളിൽ നിങ്ങൾ തുടർച്ചയായി തോറ്റ് തൊപ്പിയിട്ടുകൊണ്ടിരിക്കുന്ന പൂജ്യത്തിലേക്ക് തുടർച്ചയായി നിങ്ങൾ എല്ലാ തരത്തിലും പൂജ്യം അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാൾ ഗോൾഡൻ ഡക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാളിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ത്രിപുരയെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇവിടെയൊക്കെ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾ 30, 35 പതിറ്റാണ്ടുകൾ ഭരിച്ച കാലമല്ലേ, നാടുകളല്ലേ? അവിടെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾ അവിടെ ഒന്നും ഒരു ആത്മപരിശോധന നടത്തുന്നില്ല. നിങ്ങൾക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല. നിങ്ങൾ ഇരുന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന തിരക്കിലാണ്. റഹീമൊക്കെ ഇങ്ങനെ BJP ഉപദേശിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഉപദേശിക്കുക, അങ്ങനെയാണല്ലോ. CPM-മാർക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള പണി അതാണല്ലോ. കോൺഗ്രസിനെ ഉപദേശിക്കുക, കുറെ BJP ഉപദേശിക്കുക. നിങ്ങൾ ആദ്യം സ്വയം നന്നാവ്. സ്വയം നന്നാവാൻ വേണ്ടി വല്ല ലേഹ്യം ഉണ്ടെങ്കിൽ വാങ്ങി കഴിക്ക്. അങ്ങനെയെങ്കിലും CPM നന്നാവട്ടെ. ഇവിടെ ഞങ്ങളെ ഉപദേശിക്കാൻ മാത്രമൊന്നും CPM വളർന്നിട്ടില്ല. ഞങ്ങൾക്ക് ആഭ്യന്തരമായി ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്കൊരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസത്തിന്റെ ഭാഗമായി തിരുത്താനും അതല്ലെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും എല്ലാമുള്ള സംവിധാനം BJPക്ക് അകത്തുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികളെ അതല്ലെങ്കിൽ പ്രയാസങ്ങളെ ഒക്കെ നേരിട്ട് കൊണ്ട് തന്നെയാണ് BJP വളർന്നു വന്നിട്ടുള്ളത്. ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരല്ല. നിരവധി വർഷങ്ങൾ ഇന്ത്യയുടെ പ്രതിപക്ഷത്തിരുന്ന് അടിയന്തരാവസ്ഥ പോലെ കോൺഗ്രസ് ഏർപ്പെടുത്തിയ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധയുടെ ഇരകളായി ജയിലിൽ പോയി ഒക്കെ പോരാടി ജനങ്ങളെ വിശ്വാസം അറിയിച്ച് രംഗത്ത് വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ പരാജയങ്ങളെ ഒക്കെ വിലക്കെടുക്കാതെ ജനങ്ങൾക്കിടയിൽ തുടർച്ചയായി പ്രവർത്തിച്ച് കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ബദൽ രൂപീകരിച്ചത് BJP-യാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്നു ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റുകാര്. ആ അനൌദ്യോഗികമായിട്ടെങ്കിലും പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാര് അവർക്ക് താല്പര്യമുള്ള, അവർക്ക് വളരെ അവരുടെ ഏറ്റവും നല്ല ടെറൈനുകളിൽ മാത്രം അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. അവരെ ഏറ്റവും സുഖലോലുപരായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് അവരെല്ലാ സ്ഥലത്തും പരാജയപ്പെട്ട് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും നിരന്തരമായി ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വിശ്വസിച്ച് ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ജനങ്ങളുമായി സംവദിച്ച് തോറ്റും ജയിച്ചും അങ്ങനെയാണ് സാർ അവസാനം ഞങ്ങൾ തുടർച്ചയായി ജയിച്ചു തുടങ്ങിയത്. കേരളം അടക്കമുള്ള സംസ്ഥാനം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഞങ്ങളെ എത്രയോ കാലം നിങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച വെറുപ്പിന്റെ ഭാഗമായി വെറുപ്പിന്റെ അവസാനം ശങ്കരൻകുട്ടിയോട് നായികയ്ക്ക് പ്രണയം തോന്നിയതുപോലെ മലയാളികൾക്ക് ഇപ്പോൾ ഞങ്ങളോട് പ്രണയം തോന്നിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ചല്ലേ ആശങ്കാകുലരായിരിക്കുന്നത്? വെറുപ്പിന്റെ അവസാനം BJP-യോട് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രണയമായിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് തൃശ്ശൂരിലെ വിജയം, അതിന്റെ ഭാഗമാണ് ആറ്റിങ്ങലിലെയും ആലപ്പുഴയിലെയും തിരുവനന്തപുരത്തെയും ഒക്കെ മുന്നേറ്റം. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആശങ്കപ്പെട്ട് BJP-യുടെ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം. ശരി. ഇവിടെ ശ്രീ KP നൗഷാദിൽ ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ക്രൂഷ്യലായ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. 10 നിയമസഭാ സീറ്റുകൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 13 നിയമസഭാ സീറ്റുകളിൽ രാജ്യത്ത് ഇന്ത്യ മുന്നണി കക്ഷികൾക്ക് അല്ലെങ്കിൽ BJP ഇതര കക്ഷികൾക്ക് വലിയ വിജയമുണ്ടായത് നിങ്ങൾക്ക് ബൂസ്റ്റാണ്, BJPക്ക് ക്ഷീണവുമാണ്. അവരത് പരിഹരിക്കാൻ ശ്രമിക്കും സ്വാഭാവികമായും. മറുവശത്ത് ഈ അമിത ആത്മവിശ്വാസം നിങ്ങൾക്ക് വരാം. ഇപ്പൊ നോക്കൂ, ഹരിയാന ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഹരിയാന ഇത്തവണ വളരെ മികച്ച പ്രകടനം ഇന്ത്യ മുന്നണി നടത്തിയ സ്ഥലവുമാണ്. ഹരിയാനയിൽ ആപ്പ് കോൺഗ്രസ് സഖ്യം ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഭഗവത് മാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പഞ്ചാബിന്റെ മുഖ്യമന്ത്രി. ഇന്നിപ്പോ കോൺഗ്രസിന് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, അവിടുത്തെ ഹരിയാനയിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കുമാരി ഷെൽജ, വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവാണ്, ഇത്തവണ ജയിച്ച നേതാവാണല്ലോ, അവര് രംഗത്ത് വരികയാണ്. അപ്പോ മറുവശത്ത് BJP ഉത്തർപ്രദേശിൽ അവിടെ കേശവ് പ്രസാദ് മൗര്യ എന്ന് പറയുമ്പോ ഒന്ന് തലപൊക്കി തുടങ്ങുന്നതിനിടയിൽ നിങ്ങൾക്കിടയിലുമുണ്ട് അന്തചിത്രം. അല്ല, ഈ അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളും വിയോജിപ്പുകളും ഒക്കെ എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട് പരിഹരിച്ച് തന്നെയാണ് ആ പാർട്ടി ഇന്നുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതൊന്നും നടാടെ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതിലേറെ മോശം സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ തവണ ഒരു സഖ്യകക്ഷിയുടെ സഹായത്തോടെ ഹരിയാനയിൽ മത്സരിച്ച BJPയെ കോൺഗ്രസ് എതിരിട്ടത്. 10 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് അവിടെ അന്ന് BJP സഖ്യം അധികാരം പിടിച്ചത്. അപ്പോൾ ഹരിയാനയുടെ കാര്യത്തിലൊക്കെ കോൺഗ്രസിന്റെ നീക്കുപോക്കുകൾ, കണക്കുകൂട്ടലുകൾ വളരെ ഭദ്രമാണ്. ഈ ഹിന്ദി ഹൃദയ ഭൂമികളിലൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ഒരു BJP മുന്നേറ്റത്തിൻ്റെ ഒരു കാലാവസ്ഥ കഴിഞ്ഞ ഒരു ദശകക്കാലമായിട്ടുണ്ട്. അത്തരമൊരു കാലാവസ്ഥയെ അതിജീവിച്ചിട്ടാണ് ഹരിയാനയിൽ കോൺഗ്രസ് 10ൽ 5 സീറ്റുകൾ നേടിയത് എന്ന് അഭിലാഷിനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം നിയമസഭയിലേക്ക് വരുമ്പോൾ സമ്പൂർണ്ണമായിട്ട് കോൺഗ്രസ് അനുകൂലമാവുന്നത് വരും നാളുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് കാണാം. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയുന്നത്, ഞാൻ UP-യിലെ കാര്യം പറയുന്നത് യോഗി ആദിത്യനാഥ്
ആദിത്യനാഥിനോട് വലിയ തോതിലുള്ള എതിർപ്പ് പല കോണുകളിൽ നിന്നുള്ളതൊക്കെ അടക്കി വെക്കപ്പെട്ട നിലയിലായിരുന്നു. അതൊക്കെ പുറത്തേക്ക് വരികയാണ്. അവിടുത്തെ അപ്നാദളിൻ്റെ നേതാവ്, അവരുടെ സഖ്യകക്ഷി നേതാവ് വളരെ കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടെ ഒരു ഭൂരിപക്ഷ ധ്രുവീകരണത്തിന് വേണ്ടി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളെപ്പോലും ചവിട്ടി മെതിക്കുന്ന ഒരു സർക്കാരായിരുന്നു യു പിയിൽ കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് ഭരിച്ചു മുന്നോട്ട് വന്ന യോഗി ആദിത്യനാഥിന്റെ സർക്കാർ. ആർട്ടിക്കിൾ 21 പ്രകാരം ജീവിക്കാനുള്ള അവകാശത്തെ പോലും നിഷേധിക്കുന്ന തരത്തിൽ സ്വന്തം കുടുംബത്തിലെ ആരെങ്കിലുമൊക്കെ പെറ്റി കേസുകളിൽ പെട്ടാൽ ആ കുടുംബത്തിൻ്റെ വീടും കിടപ്പാടും ഒക്കെ ഇടിച്ചു നിരത്തുന്ന ബുൾഡോസർ രാജിൽ അഭിരമിക്കുന്ന ഒരു സർക്കാർ. ബുൾഡോസറിൻ്റെ ചിഹ്നങ്ങൾ സ്വന്തം ദേഹത്ത് ചാപ്പ കുത്തുന്ന, ആ ചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പ് റാലികൾ നടത്തുന്ന, ബുൾഡോസറിലൂടെ ഞങ്ങളുടെ എതിരാളികളായ ഇന്ന സമുദായക്കാരെ ഇല്ലായ്മ ചെയ്തതിൻ്റെ നേട്ടങ്ങൾ ഉദ്ഘോഷിക്കുന്ന, ബുൾഡോസറിൽ വെച്ച് വീടുകൾ തച്ചു തകർക്കുമ്പോൾ BJP പ്രവർത്തകർ കൂട്ടം കൂട്ടമായിട്ട് വന്ന് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും മതകീയ ആലാപനങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്രത്യേക ഒരു ഈജിയൻ തൊഴുത്തായിട്ട് ആ പ്രദേശങ്ങളെയൊക്കെ BJP സർക്കാരുകൾ മാറ്റിയിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് ആ കാര്യത്തിൽ മാതൃക കാട്ടിയിട്ടാണ് അദ്ദേഹം മറ്റു സർക്കാരുകളെ അവിടെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി അഭിലാഷിനോട് പറയാം. ഇവിടെ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ചെയ്യുന്ന അത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ അവരുടെ സഖ്യകക്ഷികളുടെ ഇടയിൽ നിന്ന് അഭിപ്രായം പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾ പാവപ്പെട്ടവരെ ഇടിച്ചു നിരത്തുമ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്കെതിരെ പൊരുതും പോരാടും എന്ന് സഖ്യകക്ഷി നേതാവാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചരിത്രമെടുത്താൽ കഴിഞ്ഞ 10 വർഷമായിട്ട് അല്ലെങ്കിൽ 12 വർഷമായിട്ട് അവിടെ BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. അത് പാടെ മാറിമറിഞ്ഞിരിക്കുന്നു. 80:20 എന്ന അവരുടെ രാഷ്ട്രീയം അവിടെ അട്ടിമറിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ കെൽപ്പില്ലാത്തൊരു സർക്കാർ എല്ലാ കാലത്തും വർഗീയത ഉൽപ്പാദിപ്പിച്ച് അതിജീവിക്കുകയില്ല എന്നുള്ള സന്ദേശമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മോട് വിളിച്ചു പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യം അവിടെ തുടരുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ നടക്കാൻ പോകുന്ന 10 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ അത് യോഗി ആദിത്യനാഥിന്റെ വാട്ടർലൂ ആയി മാറും. അത് കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ടൊരു മുന്നേറ്റം അവിടെ ഇന്ത്യ മുന്നണിക്കുണ്ടാവും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അഭിലാഷേ. ഇവിടെ ഭരണഘടനാ വിരുദ്ധമായ വർഗീയ കലാപങ്ങൾ ഉണ്ടായാൽ കലാപത്തിന് ഇരകളായ ആളുകളുടെ മേൽ കേസെടുക്കുന്ന, ഇവിടെ പൗരത്വ ബില്ലിനെതിരായുള്ള സമരത്തിൽ ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭരണകൂടമാണ് അവിടെ നിലനിൽക്കുന്നത്. അവിടെ കോടതിക്ക് വിലയില്ല, അവിടെ മറ്റ് ജുഡീഷ്യൽ തീർപ്പുകൾക്ക് വിലയില്ല. അവിടെ FIR ഇടുന്നു, ആളുകളുടെ കടയും വീടും ഒക്കെ ഇടിച്ചു നിരത്തുന്നു. ഇരയായവരിലെ 95% ഒരു ന്യൂനപക്ഷ സമുദായമാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് 80-20 പൊളിറ്റിക്സിന്റെ ഒരു അടിസ്ഥാന ശിലയായിട്ട് അവർ കരുതി വെച്ചതാണ്. ആ രാഷ്ട്രീയത്തിന് മേൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഇത്തരക്കാരുടെ തോൽവിയുടെ കഥകൾ അവിടെ ആരംഭിക്കുകയാണ്. ആ തോൽവിയുടെ കഥകൾ ആരംഭിക്കുമ്പോൾ ഏകഛത്രാധിപത്യത്തിനെതിരായിട്ടുള്ള വലിയ ശബ്ദങ്ങൾ ഉയർന്നു വരും. അഖിലേഷ് സിംഗ് യാദവ് പറഞ്ഞതുപോലെ BJPക്കകത്ത് തന്നെ ഓപ്പറേഷൻ ലോട്ടസ് അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ നാൾവഴികൾ എത്തരത്തിൽ ഉരുത്തിരിയും എന്നുള്ളത് നമുക്ക് കൗതുകത്തോടെ നോക്കി നിൽക്കാം അഭിലാഷ്. അത്രമാത്രം. ശരി റഹീം, ഒന്ന് ഇനിയിപ്പോ 2027 ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. 3 വർഷം ഇനിയുണ്ട്. പക്ഷെ അതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന, വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. മഹാരാഷ്ട്രയുണ്ട്, ഹരിയാനയുണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, അടുത്ത വർഷം ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്, പിന്നെ ഡൽഹിയുണ്ട്. അങ്ങനെ വളരെ ക്രൂഷ്യലായ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നു. ദേശീയ രാഷ്ട്രീയത്തിലും വലിയ പ്രസക്തിയുള്ള തെരഞ്ഞെടുപ്പാണ്. BJP അതിൻ്റെ ആഭ്യന്തര ശൈഥില്യങ്ങളാൽ തകർന്നുകൊള്ളും. യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും തമ്മിൽ പ്രശ്നം, RSSും മോദിയും തമ്മിൽ പ്രശ്നം, അതുകൊണ്ട് അവർ തകർന്നുകൊള്ളുമെന്ന് പ്രതിപക്ഷത്തിന് ആശ്വസിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. BJP അവരുടെ പോരായ്മകൾ മറികടന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കുകയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയ നറേറ്റീവ് വീണ്ടും മാറും. അല്ല, ഞങ്ങൾ അതിൽ കാത്തിങ്ങനെ ഇരിക്കലല്ല. അവരിങ്ങനെ തമ്മിൽ തല്ലി തകരും, അത് കാത്ത് നമുക്കിങ്ങനെ ഒരു വശത്തിരിക്കാം എന്നല്ല. വിശ്രമരഹിതമായ പ്രവർത്തനത്തിന് ഇന്ത്യൻ പ്രതിപക്ഷം തയ്യാറാവുകയാണ്. അതിൽ നേരത്തെ ഇദ്ദേഹം ചോദിച്ചു ഇടതുപക്ഷത്തിന് എന്താണ് റോളെന്നൊക്കെ ചോദിച്ചു. ശ്രീ സന്ദീപ് വാര്യർ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എണ്ണം കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞങ്ങളെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണല്ലോ. ഈ പറയുന്ന പല സ്റ്റേറ്റുകളിലും ഞങ്ങൾ
വല്ലാതെ പോയി. അത് കണ്ടിട്ടാണ് പൊന്നൊടുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് അദ്ദേഹം ചോദിച്ചത്. ഈ പൂച്ചയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടേ, ആ ചെയ്തതിൻ്റെ എല്ലാം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഒരു കാരണം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇന്ത്യയിലെ കർഷക സമരങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയത് ഈ പൂച്ച തന്നെയായിരുന്നു. ഓർക്കുന്നുണ്ടാകും നിങ്ങൾ, ഇന്ത്യയിലെ കർഷക സമരങ്ങൾ ലോങ് മാർച്ച് എന്ന പദം തന്നെ മലയാളികളുടെ ഇന്ത്യയുടെ മനസ്സിലേക്ക് പതിഞ്ഞപ്പോഴാണ്. നാസിക്കിൽ നിന്ന് മുംബൈ മഹാനഗരം ലക്ഷ്യമിട്ട് ഒരു ചുവന്ന കൊടിയും പിടിച്ച് കുറേ മനുഷ്യർ നടന്നുപോയി. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്തകളുടെ ആദ്യം ഇടം പിടിക്കാതെ നിന്ന ആ മഹായാത്ര ആ നയിച്ചത് ആരാണ്? പിന്നീട് ദേവേന്ദ്ര ഫഡ്നാവിസ് ഗവൺമെൻറ്റിന് വന്ന് മുട്ടുമുടക്കേണ്ടി വന്നു. രാജസ്ഥാനിലെ കർഷക സമരങ്ങൾ, അതിലെ രക്തസാക്ഷിത്വം, നിങ്ങളുടെ ഗവൺമെൻറ്റിനെതിരെ അന്നുയർന്ന മുദ്രാവാക്യങ്ങൾ ഇടതുപക്ഷത്തിൻ്റെതായിരുന്നു. അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൂച്ചയുടേതായിരുന്നു. അങ്ങനെ കുറേ പൂച്ചകൾ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളീ പറഞ്ഞ ഉത്തർപ്രദേശിലും ഹരിയാനയിലും എല്ലാം നിങ്ങളെ വല്ലാതെ വരഞ്ഞു മുറുക്കിയത് ഈ പൂച്ച തന്നെയായിരുന്നു. എങ്ങനെ? അവിടുത്തെ ആൾബലത്തിലൊന്നുമല്ല, പക്ഷേ അതിന് ഇന്ധനം പകർന്ന തൊഴിലാളി പണിമുടക്കുകൾ, സമരങ്ങൾ, അഗ്നിവീറിനെതിരായ സമരങ്ങളിൽ DYFI എല്ലാം വഹിച്ച പങ്ക്, പോട്ടെ ഇന്ത്യയിലെ കലാലയങ്ങൾക്കകത്ത് SFI വഹിക്കുന്ന പങ്ക്. നിങ്ങൾ പറയുന്നു എണ്ണം കൊണ്ട് ഞങ്ങൾ എവിടെയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ ഭയപ്പെടുന്നത്? ത്രിപുരയിൽ ഒരു ചെറിയ സംസ്ഥാനമല്ലേ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിധികളെ നിയന്ത്രിക്കുന്ന സ്ഥലമല്ല. അത് പിടിക്കാൻ നിങ്ങൾ എന്ത് എഫർട്ട് എടുത്തു? പിടിക്കാതിന് പുറത്ത് ഞങ്ങളെ ഇല്ലാതാക്കാൻ. ഇനി പിടിച്ചതിന് ശേഷം നിങ്ങൾ പറഞ്ഞെന്താ? ഇന്ത്യയിൽ അടുത്ത കേരളമാണ്. ഞങ്ങൾ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുമേൽ, ആശയത്തിനുമേൽ ഞങ്ങൾ നേടിയ വിജയമാണ്. നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ എന്താണ് ഇവിടെ ഇടതുപക്ഷത്തിന് എന്താണ് ഒരു കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ, ഞങ്ങൾ 1957 ഇന്ത്യയിൽ ആദ്യമായി ബാലറ്റിലൂടെ ഒരു സ്ഥലത്ത് അധികാരത്തിൽ വരുന്നത്. അത് കേരളത്തിലാണ്. അതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് സാറേ നിങ്ങളുടെ വലിയ വിശ്രുതരായ ആളുകൾ എഴുതി വെച്ചത്, നിങ്ങളുടെ പ്രമാണിമാർ എഴുതി വെച്ചത്. ഇന്ത്യയിൽ 3 ആഭ്യന്തര ശത്രുക്കളുണ്ട് വിചാരധാരയിൽ എഴുതി വെച്ചില്ലേ? അതിലൊരു ആഭ്യന്തര ശത്രു മുസ്ലിമാണ്, മറ്റൊന്ന് ക്രിസ്ത്യനാണ്, മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റാണ്. അതിനും എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അധികാരത്തിൽ പോലും വരുന്നത്. ഇടതുപക്ഷം അധികാരത്തിലുണ്ടോ ഇല്ലയോ എന്നതിനും അപ്പുറത്ത് ഇടതുപക്ഷത്തെ തന്നെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. എന്തുകൊണ്ട് നിങ്ങളതിനെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ചർച്ചയിൽ ഞാൻ ഉന്നയിച്ചില്ലേ, ഞങ്ങൾക്ക് നിങ്ങളുടെ അധികാരത്തില്ല, നിങ്ങൾ ഉയർത്തുന്ന വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം, വിഭജനത്തിൻ്റെ രാഷ്ട്രീയം, ഫാസിസ്റ്റ് രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുകയും തുറന്നെതിർക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ കടമ നിർവഹിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ. ആ ഇടതുപക്ഷക്കാർ പൂച്ചയാണെങ്കിൽ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്കൊരു കാര്യവുമില്ലാതിരുന്ന കാലത്താണ് ഈ പൂച്ചയെ ഇന്ത്യയിൽ നിന്ന് തുരുത്തണമെന്ന് അന്ന് നിങ്ങളുടെ വിചാരധാരയിൽ എഴുതി വെച്ചത്. തുരത്തേണ്ട പൂച്ചകളുടെ കൂട്ടത്തിൽ അന്നേ നിങ്ങൾ എഴുതി വെച്ചു ഈ പൂച്ചയെയും തുരത്തണമെന്ന്. അതുകൊണ്ട് ആ പൂച്ച അല്പം കൂടിയ ഇനം പൂച്ചയാണെന്ന് നിങ്ങളുടെ ആളുകൾക്കറിയാം. സന്ദീപ് വാര്യർക്ക് ബോധ്യമായില്ലെങ്കിൽ പഴയ ആളുകളോട് അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളോട് അവരുടെ പുസ്തകത്തിലേക്ക് ഒന്ന് കയറി ചെന്നാൽ മനസ്സിലാകും. പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം അതിങ്ങനെ ഞങ്ങൾ പരിഹരിച്ചോളാം, ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നോളാം. ഞാൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഭംഗിയായി ഒഴിഞ്ഞു മാറിയത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു. ശരി, ഞാൻ അതിലേക്ക് ഇനി കടന്നു പോകുന്നില്ല. പക്ഷേ നിരവധി സന്ദർഭത്തിൽ മോദിയെ ഇങ്ങനെ വിമർശിച്ചിട്ടുണ്ട് മോഹൻ ഭഗവത് എന്ന് മറന്നു പോകരുത്. ഇവിടെ വരുന്നൊരു ചോദ്യം, നിങ്ങളുടെ സമഗ്രാധിപത്യ പ്രവണതകളുടെ പരീക്ഷ എന്താണ്? UPയുടെ പ്രത്യേകത ഗുജറാത്തായിരുന്നു നിങ്ങളുടെ ഒരു പരീക്ഷണശാല. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ ലബോറട്ടറിയാണ്, പരീക്ഷണശാലയാണ് ഉത്തർപ്രദേശ്. ഇവിടെ ശ്രീ KP നൗഷാദ് അലി സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ, ഞാനത് ആവർത്തിക്കുകയാണ്. ഒന്ന്, എക്സ്ട്രാ ജുഡീഷ്യൽ എക്സിക്യൂഷൻ, ബുൾഡോസർ രാജ്, ഇതെല്ലാം നിങ്ങൾ നടപ്പിലാക്കി. ദളിതർ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട സ്ഥലമാണ്. പാർലമെൻറ്റിൽ എൻ്റെ തന്നെ ചോദ്യത്തിന് രാജ്യസഭയിൽ കിട്ടിയ ഉത്തരവുണ്ട്. 2019 2024 ഇടയിൽ ഇന്ത്യയിൽ 17% SC വിഭാഗത്തിനെതിരായ കടന്നാക്രമണങ്ങൾ വർദ്ധിച്ചത്. അതിലേറെ വർദ്ധിച്ച സ്ഥലമാണ് ഉത്തർപ്രദേശ്. അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ കർഷകർ നിങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. അവിടെ നിങ്ങൾ രാഷ്ട്രീയം തകർന്നു പോകുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ ഇങ്ങനെ വോട്ട് വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ അപ്പോൾ അത് പഠിക്കുന്ന സന്ദീപ് വാര്യരെ, നിങ്ങളുടെ പൊളിറ്റിക്കൽ കാർഡ് തന്നെ ശ്രീരാമ രാഷ്ട്രീയമായിരുന്നു, രാമക്ഷേത്രമാണ്. രാമക്ഷേത്രവും രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നമില്ലായിരുന്നെങ്കിൽ നിങ്ങളില്ല. ആ ശ്രീരാമൻ്റെ നാട്ടിലാണ് നിങ്ങളിപ്പോൾ തോറ്റത്, അയോധ്യ ഉൾപ്പെടെ. ശ്രീരാമൻ്റെ നാട്ടിൽ ജനങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നാട്ടിൽ അധികം വൈകാതെ ജനങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞോളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ ഓർത്തൊന്നും ഒരു കാര്യമില്ല. ചരിത്രമറിയാവുന്ന ഒരാൾക്ക് കേരളത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ 10 വോട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും 3-4 മണ്ഡലത്തിൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും എന്നത് വന്നിരുന്നുമില്ല. ഈ നാട് ശ്രീനാരായണ ഗുരുവിൻ്റെ നാടല്ലേ, ശ്രീരാമൻ്റെ നാട്ടിലെ ആളുകൾ തിരിച്ചറിഞ്ഞല്ലോ.
അറിഞ്ഞല്ലോ ശ്രീനാരായണന്റെ വീട്ടിലെ ആളുകളെ വളരെ വേഗം തിരിച്ചറിഞ്ഞോളൂ. അതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് ഇവിടെ വിലപ്പോകുണ്ടാകില്ല. അതുകൊണ്ട് അതിലൊന്നും ഞങ്ങളെ പേടിപ്പിക്കണ്ട. ഇന്നത്തെ അതല്ലല്ലോ ചർച്ചയും. ഇവിടുത്തെ ചർച്ച എന്താണ്? നിങ്ങൾ റാഗ് ചെയ്ത് മാറ്റണ്ട. നിങ്ങൾ വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രതിസന്ധി അന്തഛിദ്രങ്ങളുടെ തുടക്കമാണ്. അത് യു പിയിലാണ് പൊട്ടിപ്പുറപ്പെടുന്നത്, നിങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ. ആ യു പിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിന് വലിയ മാനങ്ങളുണ്ട്. അത് അവിടെ കൊണ്ട് തീരില്ല. ചില ചോദ്യങ്ങൾ ഇവരെ വലയ്ക്കുന്നുണ്ട്. സന്ദീപ് വാര്യർക്ക് മറുപടി ഉണ്ടാകും, ഞങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാമെന്ന് പറയുന്നുണ്ടാകും. പക്ഷേ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരാണ് നരേന്ദ്രമോദിയുടെ അടുത്തയാൾ? ആരാണ് നദ്ദ കഴിഞ്ഞാൽ വരാൻ പോകുന്നത്? അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിനെല്ലാം ഇപ്പോൾ ഇദ്ദേഹത്തിന് മറുപടി ഉണ്ടാകും. അതാണ് ഞാൻ ആ വഴിക്ക് പോകാത്തെ. അദ്ദേഹം പറഞ്ഞോട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം അതൊന്നുമല്ല. നിങ്ങളിനെ ആരെ മാറ്റി പ്രതിഷ്ഠിച്ചാലും ആ വ്യക്തികൾക്കല്ല, നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെയാണ്, നിങ്ങളുടെ നിലപാടുകളെയും നയത്തെയുമാണ് ഞങ്ങൾ നിരന്തരമായി എതിർത്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ തിരസ്കരിച്ചതും വ്യക്തികളെയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. നിങ്ങളുടെ നയത്തെയാണ്, നിങ്ങളുടെ സമീപനത്തെയാണ്, ആ ജനവിരുദ്ധ നയങ്ങളെയാണ്. പാചകവാതകത്തിന് നിരന്തരമായി വില കൂട്ടിക്കൊണ്ടിരുന്നാൽ 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും കൊടുക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയിട്ട് 100-150 രൂപയ്ക്ക് പെട്രോളും ഡീസലും കൊടുക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ജനം നിങ്ങളെ തിരസ്കരിക്കും. അതാണ് ജനം തിരസ്കരിച്ചത്. കർഷകരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു, കർഷകർ നിങ്ങളെ തിരസ്കരിച്ചു. അഗ്നിവീറിലൂടെ സൈന്യത്തെ പോലും കരാർവൽക്കരിച്ചു. യുവതിയുവാക്കളും അവരുടെ രക്ഷകർത്താക്കളും നിങ്ങളെ തിരസ്കരിച്ചു. നിങ്ങൾ തൊഴിലാളികൾ, ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു. ഇന്ത്യൻ റെയിൽവേയിൽ പോലും നിയമനം നടക്കുന്നില്ല. അവിടുത്തെ ജനങ്ങൾ നിങ്ങളെ തിരസ്കരിക്കും. അപ്പോൾ നിങ്ങളുടെ നയമാണ്. നിങ്ങൾ നയം മാറ്റാതെ ആളുകളെയെല്ലാം മാറ്റിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ നയത്തിനെതിരായ സമരം പാർലമെന്റിനകത്തും പുറത്തും ഞങ്ങൾ തുടരും. ആ തുടരൽ തന്നെ ആയിരിക്കും ഈ പൂച്ചകളുടെ പണി കേട്ടോ. ശരി, ഓക്കെ, അതാണ് CPM-ന്റെ നിലപാട്. ഇനി ശ്രീ സന്ദീപ് വാര്യർ, എന്ത് നടപടികൾ ഉണ്ടാവും? അതൊരു കോഴ്സ് കറക്ഷൻ ഉണ്ടാകുമോ? അത് ഭരണത്തിനും ബാധകമാണ് കേട്ടോ. ഉത്തർപ്രദേശിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, അത് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ടാണ് 33-ലേക്ക് BJP ചുരുങ്ങിപ്പോയത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചും തിരുത്താനുണ്ടാവുമല്ലോ. സാധാരണ നിലയിൽ ഉത്തർപ്രദേശിലെ BJP സർക്കാർ എടുത്ത ഒരു തീരുമാനവും മാറ്റാറില്ല. പക്ഷേ ഈ സമീപ ദിവസങ്ങൾ 2 തീരുമാനം മാറ്റി. അധ്യാപകരുടെ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ സംബന്ധിച്ച് തീരുമാനം, അധ്യാപകരുടെ ആവശ്യം പ്രമാണിച്ച് ആ സർക്കാർ തീരുമാനം മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട് 3 സെറ്റിൽമെന്റുകൾ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചത്, അവിടേക്ക് ബുൾഡോസർ വിടണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ബുൾഡോസർ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിന്റെ ഒരു ഐഡന്റിറ്റി പോലെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ചിഹ്നം പോലെയാണ്. അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഇവിടെ എൻ്റെ ബുൾഡോസർ വന്നിരുന്നെങ്കിൽ കാര്യങ്ങൾ വൃത്തിയായനൊക്കെ പ്രസംഗിക്കാറുള്ള ആളാണ്. അദ്ദേഹം ആ ബുൾഡോസർ പൊളിറ്റിക്സിൽ നിന്ന് പുറകിലേക്ക് പോകുന്നു. അവിടുത്തെ മന്ത്രിയായിട്ടുള്ള, നിങ്ങളുടെ ഘടകകക്ഷി നേതാവായിട്ടുള്ള മന്ത്രി സഞ്ജയ് നിഷാദ് പറയാണ് ബുൾഡോസർ രാജ് ഗുണകരമല്ല എന്ന് അദ്ദേഹം ഓപ്പണായിട്ട് പറയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ബുൾഡോസർ രാജ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം വരുന്നു, ഒരു തോൽവിയിൽ നിന്ന് അങ്ങനെയുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണോ? അതിനു മുമ്പ് കോൺഗ്രസിന്റെയും CPM-ന്റെയും പ്രതിനിധികൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ചില മറുപടികൾ കൊടുക്കട്ടെ. ഇവിടെ വളരെ രസകരമായി തോന്നിയത് റഹീമിന്റെ വിലയിരുത്തലാണ്. അദ്ദേഹം CPM-ന്റെ രാജ്യസഭ MP ആണ്. അദ്ദേഹം പറയുന്നത് മഹാരാഷ്ട്രയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ജയിച്ചില്ലെങ്കിൽ പോലും ഈ പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്ത് ഇടതുപക്ഷമാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്നത്? നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടും ഈ സംസ്ഥാനങ്ങളിലൊക്കെ, പല സംസ്ഥാനങ്ങളിലും നിങ്ങളെ അവർ മുന്നണിയിൽ പോലും ചേർത്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ മറ്റുള്ള അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറയുന്നത് 57 നിങ്ങൾ ആദ്യമായി അധികാരത്തിൽ വന്നു, ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്നു എന്നൊക്കെ പറയുന്നു. അതിനുശേഷം നിങ്ങൾ നിരന്തരമായി എതിർക്കുന്നത് ഞങ്ങളെയാണ്, ഞങ്ങളെ പ്രത്യയശാസ്ത്രത്തെയാണെന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷം എത്രയോ തവണ ഞങ്ങളെ നേതാക്കളും നിങ്ങളെ നേതാക്കളും ഒരുമിച്ചിരുന്ന് ഒരു സർക്കാരിനെ പിന്തുണച്ചിട്ടില്ലേ? നമ്മൾ ഒരുമിച്ച് ഒരേ സമിതിയിൽ ഇരുന്നു കൊണ്ട് സർക്കാരുകളെ ഉണ്ടാക്കുകയും സർക്കാരുകളെ വീഴ്ത്തുകയും നമ്മൾ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേടുകയും ചെയ്തിട്ടില്ലേ? എന്നു മുതലാണ് നിങ്ങൾക്ക് ഞങ്ങളോട് ഇത്ര വിരോധം തോന്നിയത്? അതൊക്കെ ആപേക്ഷികമാണ്. പല ഘട്ടങ്ങളിലും നിങ്ങൾ BJP-യുമായി സഖ്യം ചേർന്നിട്ടുണ്ട്, BJP-യുമായി ചേർന്ന് സർക്കാരുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും പുറത്തുനിന്ന് പിന്തുണച്ച് സർക്കാരുണ്ടായിട്ടുണ്ട്, കോൺഗ്രസിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ചില കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കോൺഗ്രസിനെ എതിർക്കേണ്ട ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്. അന്ന് RSS-നോട് നിങ്ങൾക്ക് തൊട്ടുകൂടായ്മയൊന്നും ഉണ്ടായിരുന്നില്ല. RSS-മായി ചേർന്ന് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് RSS-ന്റെ എതിർപ്പാണ്, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന റഹീമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പൂച്ചകളുണ്ടല്ലോ, ഇതിൽ വലിയൊരു പൂച്ച, ഒരു കണ്ടം പൂച്ച തൃശ്ശൂരിലെ കരിവന്നൂരിൽ കണ്ണടച്ച് നാട്ടുകാരുടെ പാല് കുടിച്ചപ്പോഴാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോയത്. മനസ്സിലായല്ലോ? ശ്രീരാമന്റെ അയോധ്യയിൽ BJP പരാജയപ്പെട്ടതിൽ ആശ്വാസം കണ്ടെത്തുന്ന റഹീം അതിനെ ഇക്വേറ്റ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ കേരളത്തോടാണ്. ആ ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശം പിൻപറ്റുന്ന ശ്രീനാരായണീയർ ഒരു കാലത്ത് നിങ്ങളുടെയൊക്കെ വോട്ട് ബാങ്ക് ആയിരുന്നെങ്കിൽ ഇന്ന് എങ്ങനെ ശ്രീനാരായണീയർ നിങ്ങളെ വിട്ടുപോയി? എന്തുകൊണ്ട് അവർ ഒരുമിച്ച് പോളിംഗ് ബൂത്തിലേക്ക് എത്തി BJP-ക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ ആരെ പ്രീണിപ്പിക്കാൻ നടന്നിട്ടാണ്?
ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തുടർച്ചയായി നടന്നപ്പോഴാണ് ആലപ്പുഴയിൽ നിങ്ങൾക്ക് വോട്ട് പോയതെന്ന് ആലപ്പുഴയിൽ തന്നെ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ ഇപ്പൊ പരസ്യമായി പറയുന്നുണ്ടല്ലോ. ജി സുധാകരൻ പരസ്യമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ റഹീമിന് അക്കാര്യത്തിൽ പറയാനുള്ളത്? അപ്പോൾ ശ്രീനാരായണന്റെ നാട്ടിൽ ശ്രീനാരായണീയർ തീർച്ചയായിട്ടും BJP-യിലേക്ക് വന്നതുകൂടി റഹീം ഈ ചർച്ചയിൽ ഓർമ്മിപ്പിച്ചത് നന്നായി. കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ പിറവിയെടുത്ത ഈ മണ്ണ് ഏറെക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈവശമായിരുന്നെങ്കിൽ ഇന്ന് പ്രത്യയശാസ്ത്രപരമായി ദാർശനികമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ശ്രീനാരായണീയർ അകന്നിരിക്കുന്നു. അവർ BJP-യിലേക്ക് വരുന്നു എന്നുള്ളത് നിങ്ങളുടെ തന്നെ പാർട്ടിയുടെ വിലയിരുത്തലാണ്. ഇന്നലെ അടക്കം ഗോവിന്ദൻ മാഷ് പല സ്ഥലങ്ങളിലും പോയി പ്രസംഗിച്ചിട്ടുള്ളത് SNDP-ക്ക് എതിരായിട്ടാണല്ലോ. SNDP-യുടെ ജനറൽ സെക്രട്ടറിക്കും കുടുംബത്തിനും എതിരായിട്ടാണല്ലോ. ഇതൊക്കെ ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അത് കൂട്ടിക്കട്ടെ. പക്ഷേ ഇവിടെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ, കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ഇരുന്നിട്ട് ദേശീയോദ്ഗ്രഥ BJP ഇവിടെ പറയുന്നുണ്ടല്ലോ. തൊട്ടപ്പുറത്തെ കർണാടകയിൽ ലക്ഷക്കണക്കിന് മലയാളികളെ വഴിയിറക്കി വിടാൻ വേണ്ടി അവിടുന്ന് പടിയടച്ച് പിണ്ണാക്കി വയ്ക്കാൻ വേണ്ടി ഇവരൊരു നിയമം കൊണ്ടുവന്നല്ലോ. രാവിലെ ഇറക്കിയ നിയമം വൈകുന്നേരം ആകുമ്പോൾ എങ്ങനെ പിൻവലിക്കേണ്ടി വന്നത്? ശക്തമായിട്ടുള്ള എതിർപ്പ് രാജ്യത്തുടനീളം ഉണ്ടായില്ലേ? ഇത്രത്തോളം പിന്തിരിപ്പനായിട്ടുള്ള, ഇത്രത്തോളം വിഘടനവാദപരമായിട്ടുള്ള ഒരു നിലപാട് ഒരു സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പാടുണ്ടോ? കർണാടകയിൽ ജോലി ചെയ്യാൻ പോയിട്ടുള്ള ലക്ഷക്കണക്കിന് യുവതിയുവാക്കളെ, മലയാളികളെ, ആ മലയാളികൾക്ക് അവിടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ലേ? എത്ര പ്രാദേശികമായിട്ടുള്ള അല്പത്തരമായിട്ടുള്ള വാദമാണ് കോൺഗ്രസ് കർണാടകയിൽ ചെയ്തിട്ടുള്ളത്? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെങ്കിലും ചെറുവിരലനക്കിയോ? കർണാടകയിലെ സർക്കാരിനെതിരെ ഒരു വാക്കുമുണ്ടിയോ? KC വേണുഗോപാൽ ഇവർക്കായിരുന്നല്ലോ കർണാടകയിലെ ചുമതലയുണ്ടായിരുന്നത്. ഇവിടെ കേരളത്തിലെ കോൺഗ്രസുകാർ ആഘോഷിക്കുന്ന, UDF-കാർ ആഘോഷിക്കുന്ന DK ശിവകുമാർ അല്ലേ മലയാളികളെ പടിയടച്ച് പിണ്ണവയ്ക്കാൻ വേണ്ടി ആ പുതിയ നിയമം ഉണ്ടാക്കിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ഇവിടെ വിദ്യാസമ്പന്നരായിട്ടുള്ള മലയാളികൾക്ക്, ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാൻ ഈ ഇടതുപക്ഷക്കാരും കോൺഗ്രസുകാരും കൂടി ഒരു സ്ഥാപനം പോലും ഉണ്ടാക്കിയിട്ടില്ല. ഒരു പൊതുമേഖലാ സ്ഥാപനം പോലും മര്യാദയ്ക്ക് നടത്തുന്നില്ല. ഇവിടെ മലയാളികൾ ചെറുപ്പക്കാർ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി കിട്ടാൻ വേണ്ടി കർണാടകയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ജോലി കൊടുക്കില്ല എന്നുള്ള അവസ്ഥ. അവിടുന്ന് പടിയടച്ച് പിണ്ണം വെക്കും. അങ്ങനെ സംസ്ഥാനത്ത് ജോലി കിട്ടാത്ത യുവാക്കൾ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഇതേ അവസ്ഥ. അവിടുന്ന് മലയാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. കർണാടകയുടെ വികസനത്തെ തന്നെ പുറകിലോട്ടാക്കുന്ന സമീപം. യെസ്, സാങ്കേതിക തകരാറുണ്ട്. അതുകൊണ്ടാണ് സന്ദീപിന്റെ സംസാരം പൂർത്തീകരിക്കാൻ കഴിയാത്തത്. അത് ശരിയാക്കിയതിനു ശേഷം മടങ്ങി വരും. അത് ഇപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു വിമർശനം കൂടിയാണ് ശ്രീ KP നൗഷാദ്. കർണാടക സർക്കാർ തൽക്കാലം പിന്നോട്ട് പോയെങ്കിലും സങ്കുചിതപരമായ നിലപാടുകൾ എങ്ങനെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന, നമ്മൾ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തൊഴിലവസരം എന്ന് പറയുന്നത് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രൊവിഷനാണ് എന്നിരിക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നതുപോലെയുള്ള വിമർശനങ്ങളുണ്ട്. അപ്പോൾ BJP-യെ തോൽപ്പിക്കാൻ എല്ലാവരും BJP ആവുക, അല്ലെങ്കിൽ BJP-യുടെ ടർഫിൽ ഇറങ്ങി കളിക്കുക, BJP-യുടെ നിക്കറിടുക എന്നുള്ള നിലയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ അവർ ഫ്രീ ബി കൊടുത്താൽ ഞങ്ങളും ഫ്രീ ബി കൊടുക്കും. അവരുടെ പൊളിറ്റിക്സ്. ഇപ്പോൾ കമൽനാഥിന് എങ്ങനെയാണ് മധ്യപ്രദേശിൽ അടി തെറ്റിയതെന്നും മധ്യപ്രദേശിൽ തിരിച്ചു വരുവാൻ കഴിയാത്ത വിധം അമ്പേ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടു പോയതെന്നും നമ്മുടെ സമീപകാല ചരിത്രം, ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ചരിത്രത്തിനിടയിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാവരും ഇപ്പൊ BJP അവിടെ അവരെ എന്തുകൊണ്ട് തോൽറ്റു അല്ലെങ്കിൽ എന്തുകൊണ്ട് ബാധിച്ചു എന്ന് പരിശോധിക്കുമ്പോൾ എല്ലാവരും ഈ പരിശോധന നടത്തേണ്ടതല്ലേ ഓരോ ഇടത്തും? അഭിലാഷ്, ഇവിടെ കർണാടകയിലെ വിശേഷങ്ങളെക്കുറിച്ച് ഇവിടെ BJP-യുടെ സ്നേഹിതൻ പറഞ്ഞു. എന്താ അവിടുത്തെ BJP സംസ്ഥാന ഘടകത്തിൻ്റെ നിലപാട് എന്ന് അദ്ദേഹം പറയാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എല്ലായിടങ്ങളിലും സ്വകാര്യ തൊഴിൽ മേഖലയിൽ സംവരണം കൊണ്ടുവരാനും പ്രാദേശിക വിഭാഗങ്ങൾക്കൊക്കെ പ്രത്യേക കോട്ട നൽകാനൊക്കെയുള്ള ആലോചനകളും ചിന്തകളും ഒക്കെ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അതൊക്കെ അതതിടങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ചാണ്. അതിൽ ഒരു നിലപാട് പറയേണ്ട സമയമാകുമ്പോൾ, ഇപ്പോൾ അതൊരു നിയമമായിട്ട് വന്നിട്ടില്ലല്ലോ, അങ്ങനെ ഒരു സമയമാകുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യുകയും നിലപാട് പറയുകയൊക്കെ ചെയ്യാം. പക്ഷേ കർണാടകയിലെ BJP ഇന്ന് ആ നിയമം നടപ്പിലാക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയ കോൺഗ്രസിനെ വിമർശിച്ചാണ് അവിടെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അഭിലാഷ്, നമ്മുടെ ഈ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറുകയാണ്. ഇന്നത്തെ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, അധസ്ഥിതർക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയൊക്കെ ശബ്ദമുയർത്തുന്ന സ്ഥായിയായ നിലപാട് സ്വീകരിക്കുന്ന ഏക രാഷ്ട്രീയ നേതാവ് എന്ന പരിവേഷത്തിലേക്ക് രാഹുൽ ഗാന്ധി മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കോർപ്പറേറ്റ് ദലാളുമാർക്ക് സേവ നടത്താനും അവർക്ക് വേണ്ടി ഭരിക്കാനും അവർക്ക് വേണ്ടി പാർലമെന്റിൽ നിയമങ്ങൾ ചുട്ടെടുക്കാനും അവർ നടത്തുന്ന മാമാങ്കങ്ങൾക്ക് ഗ്വാഗ്വ വിളിക്കാനും ഒക്കെ മത്സരിക്കുന്ന BJP ഭരണ നേതൃത്വത്തിന് മുന്നിൽ
രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ അത് ഇന്ത്യൻ സാധാരണക്കാരൻ്റെ, ഇന്ത്യൻ ഇടതുപക്ഷ മനസ്സിൻ്റെയൊക്കെ ആ ഒരു പൊതുബോധത്തിൻ്റെയൊക്കെ ഒരു പ്രതിനിധിയായിട്ട് രാഹുൽ ഗാന്ധി മാറുന്നൊരു രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയ രംഗത്ത് സംജാതമായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും അടുത്ത മാസങ്ങളിലും വർഷങ്ങളിലൊക്കെ ആയിട്ട് നടക്കുന്ന വിവിധങ്ങളായ തെരഞ്ഞെടുപ്പുകളിൽ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 40-ലധികം തവണയാണ് കടുത്ത വർഗീയ പ്രയോഗങ്ങൾ രാജ്യത്തുടനീളം നടത്തിയത്. അത്തരത്തിൽ സ്വന്തം പദവിയിൽ നിന്ന് എത്രയോ തരം താഴ്ന്ന വാക്കുകൾ പ്രയോഗിച്ചും പ്രവർത്തിച്ചും മുന്നോട്ട് പോയിട്ടും ഈ പറഞ്ഞ 400-ലധികം സീറ്റ് എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞിട്ടും 230 സീറ്റിലേക്കാണല്ലോ BJP പോയത്. അത് ഒരു പരാജയം തന്നെയാണ്. ആ ഒരു വീഴ്ച BJPക്ക് ഉണ്ടായത് എന്താണ്, ഇവരെ എത്തരത്തിലാണ് നോക്കിക്കാണുന്നത്? അപ്പോഴും ഞങ്ങളാണ് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്ന് അവർ പറയുന്നുണ്ട്. സാങ്കേതികമായിട്ട് അത് ശരിയാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ BJP കഴിഞ്ഞ 10 വർഷമായിട്ട് പുലർത്തിപ്പോന്ന പേശീബലത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ രാഷ്ട്രീയത്തിന് മുന്നിൽ തീർച്ചയായിട്ടും BJPക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ആ തിരിച്ചടി ഇനി ഓരോ തെരഞ്ഞെടുപ്പിലും വർദ്ധിത വീര്യത്തോടുകൂടി അവരുടെ മേലേൽപ്പിക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷം പ്രതിജ്ഞാബദ്ധമാണ്. അത്തരത്തിലൊരു നേതൃപരിവേഷത്തിലേക്ക് രാഹുൽ ഗാന്ധി ഉയരുന്നതിൻ്റെ എല്ലാ സൂചനകളും നമുക്ക് മുന്നിൽ ലഭ്യമാണ്. അതുകൊണ്ട് അഭിലാഷ്, നമുക്ക് വളരെ കൃത്യമായിട്ട് അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് വേണം ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ രംഗത്തെ വിലയിരുത്താൻ. തീർച്ചയായിട്ടും BJPക്ക് അകത്തു നിന്ന് വ്യത്യസ്തങ്ങളായ കോണുകളിൽ നിന്ന് അവരുടെ ജനാധിപത്യ വിരുദ്ധതയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള എതിർ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. അമിത്ഷായും മോഡിയും നയിക്കുന്ന ഒരു ഗുജറാത്തി കമ്പനി BJPയുടെ ദേശീയ രാഷ്ട്രീയത്തെ ഒന്നടങ്കം നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ പ്രതിഷേധമാണ് മഹാരാഷ്ട്രയിലും UPയിലുമൊക്കെ ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായത്. ജനങ്ങൾ അത്തരത്തിൽ ചിന്തിച്ചു വരുമ്പോൾ അതിലെ നേതാക്കളും അത്തരത്തിൽ ചിന്തിക്കാൻ പര്യാപ്തരാവും. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രാജ്യത്തുടനീളം ഇത്തരത്തിലുള്ള അന്തഛിദ്രങ്ങളിലേക്കാണ് വരും രാഷ്ട്രീയ നാളുകളിൽ പോകുന്നത് എന്നുള്ളത് കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഭിലാഷ്, സന്ദീപിന്റെ കണക്ഷൻ ശരിയായിട്ടില്ല, അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഷെയർ റഹീം, ഇപ്പോൾ BJPയിൽ അന്തചിത്രമുണ്ട്, പ്രധാനമന്ത്രിയുടെ വർഗീയ പരാമർശങ്ങൾ ജനങ്ങൾ തിരസ്കരിച്ചു എന്നൊക്കെ പ്രതിപക്ഷത്തിന് അവകാശവാദമുണ്ട്. പക്ഷെ അതുകൊണ്ട് വർഗീയത കുറഞ്ഞിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ പറയുന്ന BJPക്ക് തിരിച്ചടിയേറ്റ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ രാജ്യത്ത് മോബ് ലിഞ്ചിങ് കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഭരണകൂടങ്ങൾ എടുക്കുന്ന സമീപനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ദിവസമാണ് കൻവാർ യാത്ര നടക്കുന്ന സമയത്ത് ഉത്തർപ്രദേശിൽ മുസഫർ നഗർ അടക്കമുള്ള മേഖലകളിൽ വ്യാപാരികൾ അവരുടെ കടയുടെ പേരിനോടൊപ്പം ആ കടയുടെ ഉടമയുടെ പേരും വലിയ അക്ഷരത്തിൽ എഴുതി വെക്കണമെന്ന നിർദ്ദേശം, എക്സിക്യൂട്ടീവ് ഓർഡർ വന്നിട്ടുള്ളത്. അത് പാലിച്ചേ പറ്റൂ അവിടുത്തെ കടക്കാരെ സംബന്ധിച്ച്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതെന്ന് ഉറപ്പുവരുത്തി കയറണോ കയറണ്ടായോ എന്ന് ഈ തീർത്ഥാടകർക്ക് തീരുമാനിക്കാം. ആ നിലയ്ക്ക് ചാപ്പ കുത്തുന്ന വിധത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഇപ്പോൾ ലിഞ്ചിങ് പോലെയുള്ള ആൾക്കൂട്ട അക്രമങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ വർഗീയതയൊക്കെ ഈ രാജ്യത്തങ്ങ് അവസാനിച്ചു കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പോടുകൂടി എന്നൊക്കെ പ്രതിപക്ഷത്തിന് അവകാശവാദം ഉണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, അവിശ്രാമമായ പ്രവർത്തനങ്ങൾക്കാണ് കാലം ആവശ്യപ്പെടുന്നത്, ഞങ്ങളത് നടത്തും. ദുരിതമനുഭവിക്കുന്ന എല്ലാ മതവിഭാഗത്തിലും പെട്ട മനുഷ്യരെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള മഹാസമരങ്ങൾ, അത് കർഷകരാകട്ടെ, തൊഴിലാളികളാകട്ടെ, എല്ലാ വിഭാഗത്തിലും യുവതി യുവാക്കളാകട്ടെ, വിദ്യാർത്ഥികളാകട്ടെ, അതാണ് ഞാൻ പറഞ്ഞ ലൈൻ. അങ്ങ് പറഞ്ഞത് മാത്രമല്ല, ഇപ്പോൾ ഒരു സ്വിച്ചിട്ടതുപോലെ അവസാനിപ്പിക്കാൻ കഴിയുന്ന നിലയിലല്ല ഇന്ത്യൻ വർഗീയതയുടെ അവസ്ഥ. വർഗീയമായി വലിയ കമ്മ്യൂണൽ പോളറൈസേഷന് കുറേ കാലമായി അവിശ്രാമമായി BJP പരിശ്രമിച്ചിരുന്നു. അവരുടെ മുഴുവൻ സാങ്കേതിക വിദ്യയെയും സംഘടനാ സംവിധാനത്തെയും ഒക്കെ അതിനുവേണ്ടി വിന്യസിച്ചിരുന്നു. അപ്പം അങ്ങ് പറയാത്തൊരു കഥ ഈ അടുത്ത കാലത്ത് വന്നല്ലോ, മനുഷ്യർ എത്രമാത്രം അകന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവല്ലേ. ഗാന്ധിജിയുടെ സ്വന്തം നാടാണ് ഗുജറാത്ത്. ഈശ്വര അല്ലാ തേരേനാം പാടിയ ഗാന്ധി സബർമതിയുടെ നാട്. അവിടെയല്ലേ ഒരു ഫ്ലാറ്റിൽ സർക്കാർ അലോട്ട്മെൻറ്റിൽ മുസ്ലിമിന് ഒരു ഫ്ലാറ്റ് കിട്ടി എന്ന കാരണത്താൽ ആ ഫ്ലാറ്റിൽ ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് പ്രതിഷേധിച്ച വാർത്ത നമ്മൾ കണ്ടതല്ലേ. മോബ് ലിഞ്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ഒട്ടേറെ സംഭവങ്ങൾ അതുപോലെ പറയാനും ചേർത്ത് വയ്ക്കാനുമുണ്ട്. അതെല്ലാം കൂടി ഒരു ഒറ്റ സുപ്രഭാതത്തിൽ ഒരു സ്വിച്ചിട്ടത് മാതിരി അങ്ങ് അവസാനിപ്പിക്കും എന്ന് കരുതേണ്ടതില്ല. ഈ ദുരിതമനുഭവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ള ദുരിതങ്ങൾക്കെതിരായ സമരത്തെ ശക്തിപ്പെടുത്താനുള്ള പൊളിറ്റിക്കൽ സ്ട്രഗിൾ, പൊളിറ്റിക്കലൈസേഷൻ അതിങ്ങനെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മുൻപൊക്കെ നമ്മളത് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പണ്ട് ചോദിച്ച ചോദ്യം എന്താ? ഇപ്പോൾ കർഷക സമരം നടന്ന സ്ഥലത്ത് എന്തേ ഉണ്ടായി, BJPക്ക് അല്ലേ വിജയിച്ചത് എന്ന് ചോദിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, അതൊന്നും വ്യർത്ഥമായി പോകുന്നില്ല. നിരന്തരമായ സമരങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സാധിക്കും എന്നതിൻ്റെ തെളിവാണ്. വിഭാഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും ആശയങ്ങളെ
ഒരു പരിധിക്കപ്പുറത്ത് ഒരിടത്തും നട്ടു നനച്ച് വളർത്താനാകില്ല. അതിൻ്റെ തെളിവാണ് അയോധ്യ, അതിൻ്റെ തെളിവാണ് ഉത്തർപ്രദേശ്, ഇന്ന് കാണുന്ന ഈ ആഭ്യന്തര കലഹങ്ങൾ. ഇവിടെ അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഈ ശ്രീനാരായണ വിഭാഗം എല്ലാം അങ്ങ് പോയിരിക്കുന്നു. പറയട്ടെ, ഇവിടെ ഈ വിഭാഗങ്ങൾ കേരളത്തിൽ എന്ന് പറഞ്ഞ് ശ്രീ സന്ദീപ് വാര്യർ ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചു. അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം, ഏറെക്കാലം ആരെയും പറ്റിക്കാനാകില്ല. മനുഷ്യൻ്റെ നിത്യേനയുള്ള ജീവിതത്തിലേക്കും ജീവിത നിലവാരത്തിലേക്കും അവൻ നോക്കും. അത് വെച്ചിട്ട് അവൻ ജഡ്ജ് ചെയ്യും. നിങ്ങൾക്ക് ഒരു മെച്ചപ്പെട്ട ജീവിതമോ പോയിട്ട് മാന്യമായൊരു ജീവിതം നയിക്കാൻ പോലും ഇന്ത്യയിലെ ജനങ്ങളെ നിങ്ങൾക്ക് പ്രാപ്തമാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം എന്തേ പറയാത്തതെന്നും, ഞാൻ പെട്രോളിൻ്റെ ഡീസലിൻ്റെ പാചകത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മിണ്ടുന്നേയില്ല. അദ്ദേഹം വിവിധ ഇനം പൂച്ചകളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ വിവിധ മൊബൈൽ ബില്ലുകളെക്കുറിച്ച് പറയുന്നേയില്ല. ഇൻ്റർനെറ്റ് ഇതെന്തോ ഒരു വിലയാണ്, എന്തൊരു റേറ്റാണ്. ഈ രാജ്യത്തെ എയർ ടിക്കറ്റുകൾ, രാജ്യത്തെ സാധാരണക്കാരായ റെയിൽവേ അപകടം ഞാനിവിടെ സൂചിപ്പിച്ചു, തൊഴിലില്ലായ്മ സൂചിപ്പിച്ചു. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് അവർ മിണ്ടുന്നേയില്ല എന്നുള്ളതാണ് യഥാർത്ഥ്യം. വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു പല സന്ദർഭങ്ങളിലും ഡോക്യുമെന്റ് BJP-യും ഞങ്ങളും എന്തോ ചേർന്നെടുത്ത് ഭരിച്ചിട്ടുണ്ട് എന്ന്. ശുദ്ധ അവാസ്തവം പറയരുത്. അദ്ദേഹം പറയാൻ ശ്രമിച്ചത് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഈ കോൺഗ്രസിനെ എതിർക്കാൻ കൂട്ടുകൂടി നിൽക്കണം. അന്ന് BJP-യെ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഞാൻ BJP-യുടെ വക്താവിനെ BJP ജനിച്ച വർഷം ഇനി പരിചയപ്പെടുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. 1980-ലാണ് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ഈ പറയുന്ന ജനതാ പാർട്ടി, ആ ജനതാ പാർട്ടിയുടെ സംവിധാനം ഉണ്ടായിരുന്നു. അല്ലാതെ BJP-ക്കും BJP-യോടും RSS-നും അവരുടെ വർഗീയതയോടും അങ്ങേയറ്റത്തെ എതിർപ്പാണുള്ളത്. പിന്നെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച അടിയന്തരാവസ്ഥ, ആ അടിയന്തരാവസ്ഥയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? അടിയന്തരാവസ്ഥയെക്കുറിച്ച് നിങ്ങളിപ്പോൾ, ഞങ്ങൾക്ക് അന്ന് നിന്നും ഈ അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസിൻ്റെ നിലപാടിനോട് ശക്തമായ വിയോജിപ്പുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ജനമെല്ലാം കാണുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് കേരളത്തിൽ നിന്നിപ്പോൾ 2 മന്ത്രിമാരെ കിട്ടി, 1 സീറ്റ് കിട്ടി. എന്താ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ? തുടങ്ങിയിട്ടേ ഉള്ളൂ, ഹണിമൂൺ പീരീഡ് കഴിഞ്ഞില്ല. മുരളീധരനെ വേദിയിൽ എഴുതിയിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്, നമ്മുടെ സാക്ഷാൽ സുരേഷ് ഗോപി പറഞ്ഞത്. കെ കരുണാകരന് ശേഷം ഇവിടെ വേറൊരു കേന്ദ്രമന്ത്രിയും കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ശരി, ജനം കാണുന്നില്ലേ ഇത്? ശരി, ഓക്കെ. അങ്ങനെ പല കാര്യങ്ങൾ ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ സന്ദീപ് വാര്യർ, ഞാൻ നേരത്തെ ചോദിച്ചത് കോഴ്സ് കറക്ഷനെ കുറിച്ചായിരുന്നു. താങ്കൾക്ക് സാങ്കേതിക കാരണങ്ങളാൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, പറയാം. അല്ല, ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞിരുന്നു, BJP ഒരു ജനാധിപത്യ മൂല്യങ്ങളുള്ള, ജനാധിപത്യമായി വളരെ ശക്തമായിട്ടുള്ള, ആന്തരിക ജനാധിപത്യം വളരെ ശക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഞങ്ങൾ അത്തരം കോഴ്സ് കറക്ഷൻസ് കാലാകാലങ്ങളിൽ നിർവഹിച്ചു വരുന്നുണ്ട്. അത് നിങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും എല്ലാം ഞങ്ങൾ അത്തരത്തിലുള്ള കറക്ഷൻസ് ചെയ്യുന്ന, ജയിച്ചാലും തോറ്റാലും അത്തരത്തിലുള്ള കറക്ഷൻസിന് പോകുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ അതിലൊന്നും, അത് സംഘടനാ തലത്തിൽ എല്ലാ തവണയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത്തവണ പ്രത്യേകിച്ച് അതിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. 1. 2, ഇവിടെ കോൺഗ്രസിന്റെയും CPM-ന്റെയും പ്രതിനിധികൾ പറഞ്ഞ ചില കാര്യങ്ങൾ, അതിൽ CPM-ന്റെ റഹീം പറഞ്ഞ ചില കാര്യങ്ങൾക്ക് അദ്ദേഹം എന്നെ ചരിത്രത്തിന്റെ ചില ക്ലാസുകൾ എടുത്തു. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം RSS-മായി യോജിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവർക്കും അറിയാം, അന്നും അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ ലാൽകൃഷ്ണ അഡ്വാനിജി ഉണ്ടായിരുന്നു, നരേന്ദ്രമോദി ആ കാലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാവരും അന്നും RSS-കാരാണ്, അതിനുശേഷവും RSS-കാരായിരുന്നു. അടൽജി മരിക്കുന്നത് വരെ സ്വയം സേവനായിരുന്നു, നേരത്തെ പ്രചാരകനായിരുന്നു. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അവരുമായിട്ട് നിങ്ങൾ യോജിച്ച് പ്രവർത്തിച്ചത്. അപ്പൊ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മാത്രമല്ല, VP സിംഗ് സർക്കാർ എങ്ങനെയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്? VP സിംഗ് സർക്കാർ അധികാരത്തിൽ വരുന്നത് ഞങ്ങളുടെ കൂടി പിന്തുണയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ടല്ലോ, സർക്കാർ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒരുമിച്ചിരുന്നിട്ടുണ്ടല്ലോ ഡൽഹിയിൽ. ആ സമയത്ത് ഡൽഹി രാഷ്ട്രീയം അറിയുന്ന അന്നത്തെ മാധ്യമപ്രവർത്തകരോട് ഇപ്പോ അന്നത്തെ കാലത്ത് നിങ്ങൾ പരിശോധിച്ചാൽ മതി, അന്ന് ആരൊക്കെയാണ് ഒരുമിച്ചിരുന്നിരുന്നത്, അന്ന് ആരൊക്കെയാണ് സർക്കാരിന്റെ നയങ്ങൾ തീരുമാനിച്ചിരുന്നത്. അപ്പോ നിങ്ങൾ ഒരുമിച്ചൊരു സർക്കാരിനെ പിന്തുണച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് അൺടച്ചബിലിറ്റിയാ ഉള്ളത്? നമ്മൾ ഒരുമിച്ചല്ലേ സർക്കാർ ഉണ്ടാക്കാൻ പുറത്ത് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരു സർക്കാർ എങ്ങനെയാ വീണത്? VP സിംഗ് സർക്കാർ എങ്ങനെയാ വീണത്? അതുകൂടി ഒന്ന് പറയാമോ? അല്ല, ഞങ്ങള് പിന്തുണ പിൻവലിച്ചത് കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയ എന്തുകൊണ്ടാ പിൻവലിച്ചേ? അപ്പൊ നമ്മൾ ഒരുമിച്ച് എന്തുകൊണ്ടാ പിൻവലിച്ചേ? അല്ല റഹീമെ, കുറച്ചു നേരം പറഞ്ഞതോ എന്നെ പിന്നെ അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ചിരുന്നിട്ടില്ല. നിങ്ങള് അല്ല, ഒരു മിനിറ്റ് റഹീം, CPM അല്ല, VP സിംഗ് സർക്കാരില് CPM ഉണ്ടായിരുന്നോ? VP സിംഗ് സർക്കാരിൽ CPM ഉണ്ടായിരുന്നോ? അല്ലാതെ VP സിംഗ് സർക്കാരിൽ CPM ഉണ്ടായിരുന്നോ?
ഞങ്ങൾ മോശക്കാരാണെങ്കിൽ ഞങ്ങളുടെ പിന്തുണ എന്തിനാ വാങ്ങിയത്? VP സിംഗ് സർക്കാരിന്റെ സീറ്റും ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ പിന്തുണ വാങ്ങിയ മോശമാകണോ? നിങ്ങളും ഞങ്ങൾ ഒരുമിച്ചല്ലേ രണ്ട് പാർട്ടികളും പുറത്തു നിന്ന് പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അതാ പറയുന്നത്, ഞങ്ങൾ മോശക്കാരാണെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്ന സർക്കാരിന്റെ കൂടെ കൂടില്ലെന്ന് തീരുമാനം എടുത്താൽ പോരെ? ഇപ്പൊ കേരളത്തിലെ പല പഞ്ചായത്തുകളിൽ പോലും ഞങ്ങളുടെ പിന്തുണ വേണ്ടാന്ന് പറയുന്നവരല്ലേ? എന്തിനാ നിങ്ങൾ അന്നൊരു ധാർമ്മികമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചില്ല? അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങളുടെ നിലപാട് സ്വീകാര്യമായിരുന്നു. അന്ന് ഒരുമിച്ചായിരുന്നേ അർച്ചിറ്റൻ സിംഗ് സുർജിത്തും വാജ്പേയിക്ക് ഒരു വീട്ടിൽ ഒരേ ദിവസം വൈകുന്നേരങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ചിരുന്നുണ്ടല്ലേ? നിങ്ങൾ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ? ഇവിടെ ഒരുമിച്ച് ഉണ്ടായിരുന്നിട്ടുണ്ട്. നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്, ചരിത്രം ഇല്ലാതെ. എന്നെ ചരിത്രം പഠിപ്പിക്കാൻ വന്നിട്ട് ഇപ്പൊ പറയാ എങ്ങനെ പിൻവലിച്ചു. ഒരുമിച്ചുണ്ടായിട്ടുണ്ട് BJPയും CPM-ഉം. എന്താ തർക്കമുള്ളത്? ഞങ്ങളുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ ഞങ്ങള് നല്ലവരായി മാറുമോ? ഞങ്ങളെ പിന്തുണ സ്വീകരിച്ചാൽ ഞങ്ങൾ നല്ലവരായി മാറുമോ? അതെന്ത് രാഷ്ട്രീയ? അങ്ങനെയാണ് പൂർണ്ണമായിട്ട് പറയണ്ടേ? BJP പിന്തുണയ്ക്കുന്ന സർക്കാരിനെ ഞങ്ങൾ മന്ത്രിസഭയിലാണ് നിങ്ങള് ചായ കുടിച്ച കഥയൊക്കെ പറയുമ്പോ നിങ്ങളെന്റെ അത്ര നിലപാട് സ്വീകരിക്കുക. റഹീമെ, എന്റെ സമയമാണല്ലോ. ഞാൻ റഹീം, ഇത് രാജ്യസഭയല്ലല്ലോ റഹീമെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ വിട്ടായിരുന്നല്ലോ. നിങ്ങളും ഞങ്ങളും ഒരുമിച്ചൊരു സർക്കാരിനെ പിന്തുണച്ചിട്ടുണ്ട്. നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് പിന്തുണയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല ഞങ്ങൾ മോശക്കാരാണെന്നുള്ളത്. എന്നിട്ട് എന്നെ ചരിത്രം പഠിപ്പിക്കുകയാണ് ഞങ്ങളും BJP ആയിട്ട് സഹകരിച്ചിട്ടില്ല. നിങ്ങളും ഞങ്ങളും തമ്മിൽ സഹകരിച്ചിട്ടുണ്ട്. എത്രയോ ചിത്രങ്ങൾ, വാജ്പേയിയും സുർജിത്തും വർദ്ധാനും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന എത്രയോ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുമിച്ച് ഒരു വേദിയിരുന്ന് ചർച്ച ചെയ്തിട്ടാണ് സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മൾ തമ്മിൽ സംസാരിച്ചില്ലെങ്കിൽ ആ സർക്കാർ എങ്ങനെ അത്രയും കാലം മുന്നോട്ട് പോയത്? അപ്പൊ വെറുതെ പറയല്ലേ സർക്കാർ വീണു എന്നത് വേറെ കാര്യം. അത് സ്വാഭാവികമാണ്. ജനാധിപത്യം ചിലപ്പോൾ പിന്തുണ ഒരുമിച്ച് നമ്മളൊരു ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ജനങ്ങൾക്കൊന്നും ചരിത്രമായി എനിക്ക് ചരിത്ര ക്ലാസ് എടുക്കാൻ പറ്റില്ല. അവസാന ഘട്ടത്തിൽ ചരിത്രവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ചരിത്രവിരുദ്ധമായ കാര്യം അല്ല, നിങ്ങൾ ഏകപക്ഷീയമായി ചരിത്രവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ഒരു മിനിറ്റ് റഹീമിടെ ഒറ്റ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിച്ച റഹീം എന്നെ ഇന്ത്യൻ ഹിസ്റ്ററി പഠിപ്പിക്കാൻ വരണ്ട. മനസ്സിലായല്ലോ? റഹീം ഇസ്ലാമിക് ഹിസ്റ്ററി ക്ലാസ് എടുത്തോ ഞാൻ കേൾക്കാം. ഇന്ത്യൻ ഹിസ്റ്ററി ഞാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ക്ലാസ് എടുത്തോ ഞാൻ കേൾക്കാം. ഇന്ത്യൻ ഹിസ്റ്ററി ഞാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എനിക്കറിയാം. നിങ്ങൾ പ്രശ്നം RSS സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത RSSന്റെ ചരിത്രമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചരിത്രമാണ്. ഒരുപാട് ചരിത്രത്തിലേക്ക് പോയാലും എവിടെ എത്തില്ല. ഉത്തർപ്രദേശിന്റെ കാര്യമാണ് ചർച്ച ചെയ്തത്. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് 3 പേർക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ഡേ അവസാനിക്കുന്നു. നമസ്കാരം.